ഈ മേഖലയിലേക്ക് ഒരു സുപ്രഭാതത്തിൽ ഞാൻ വന്നതാണ്. പിന്നെ ഇതിൽ നിന്ന് എങ്ങോട്ട് എങ്ങോട്ട് പോവാൻ ഇനി? ഈ പിന്നെ 29-ാം വയസ്സിൽ ശരിയെങ്കിൽ എന്നാ രണ്ടും കൂടെ 31 വയസ്സ്. അങ്ങനല്ല ആദ്യം പറഞ്ഞ പെണ്ണുങ്ങൾ മൊത്തം എന്നാ പറഞ്ഞത്. കഴിച്ചേ ഒരു പ്രായത്തിന് ശേഷം കല്യാണം കഴിക്കാത്ത കല്യാണം എന്ന് പറഞ്ഞിട്ട് പോകും. പിറ്റേന്ന് അവന്മാരെന്ന് പറയും എന്റെ പൊന്നളിയെ കെട്ടല്ലേ. അയ്യോ ഞാൻ ഇവിടെയാണ് പറ്റൂക്കാം നെറ്റേത്താണ്, ഞങ്ങൾ അവിടെ ആക്കാം. പുള്ളി കഴിച്ചിട്ടുണ്ട്. അപ്പൊ പുള്ളിക്ക് എന്നെ കൊണ്ടുപോയി. അവരൊരു ടി വി ആയിരുന്നു. ഞാൻ അവർ ജോലിയൊക്കെ ചെയ്തിരിക്കുന്നത് സ്കൂളിൽ പോയില്ലടാ. അപ്പൊ ഞാൻ സ്കൂളിൽ പോവാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവരെന്നെ പൊക്കും, വിറയ്ക്കുന്നു. ഞാൻ ഇങ്ങനെ തലയൊക്കെ തുടങ്ങിയിരിക്കുന്നത് എന്താണ് കാര്യം എന്ന് പറഞ്ഞാൽ അപ്പൊ സൈക്കിളിൽ ചാടി ഇറങ്ങി ഒരൊറ്റ അടി അടിക്കുന്നു. എന്റെ പല്ലെല്ലാം വളർന്നു. എനിക്ക് പറ്റുമെങ്കിൽ എന്റെ അപ്പനും ഉണ്ട് എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാണ് അപ്പം മരിക്കുന്നത്. അപ്പം ഞാൻ അത്രയും സീരിയസ് ആയിട്ടൊരു മാറ്ററിലാണ് നിൽക്കുന്നത്. കാത്തു നിൽക്കും വയലിൽ തൻ കലപ്പയുന്നി സ്വന്തം വേർപ്പു കൊണ്ടു വിതയ്ക്കുവാൻ അവനിറങ്ങി. ശ്യാമളമാം ഭൂമി ആകെ ആലലാലാലാലൽ പാവമപ്പോൾ പസിയാലേ. ഇത് പാടിയപ്പോൾ ഞാൻ ചോദിച്ചു, ഈ പസി എന്ന് പറഞ്ഞറിയാം? ഇല്ല. വിശപ്പ് അറിയാമോ? അറിയാം. വിശപ്പ് അനുഭവിച്ചിട്ടില്ല? ഇല്ല. വിശപ്പ് അനുഭവിക്കുന്നു. ഹായ്, ഹലോ ആൻഡ് വെൽക്കം ടു BTF നെറ്റ്വർക്ക്. ഇന്ന് എനിക്കൊപ്പം കുറച്ച് വിശേഷങ്ങളും കൊച്ചു വർത്താനങ്ങളും ഒക്കെ പറയാനായിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം തങ്കു. അപ്പൊ തങ്കച്ചൻ ചേട്ടനാണ് ഇന്ന് എന്റെ ഗസ്റ്റ്. അപ്പൊ തങ്കച്ചേട്ടൻ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. സുഖമായിട്ടിരിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു. ഇനിയിപ്പോ അടുത്ത നല്ല വിശേഷം വരല്ലോ. ഒരു വിശേഷം കഴിഞ്ഞു, ഇനി അടുത്തൊരു നല്ല വിശേഷം വരാൻ പോകല്ലേ? അതെ. വിശേഷം ന്യൂ ഇയർ, ക്രിസ്മസ് കഴിഞ്ഞു, ന്യൂ ഇയറിലേക്ക് കടക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു 2025? അടിപൊളിയല്ലേ? ഇനി 2025 നമുക്ക് പറഞ്ഞു വിടണം. 2026 വരവേൽക്കണം. 2025 അടിപൊളിയായിരുന്നു. കുറെ ബിഗ് പ്ലാൻസ് ഒക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യാണ് 2026 എന്ന് ഞാൻ അറിഞ്ഞു. കരക്കമ്പി കേട്ടു. അങ്ങനെയല്ല, 2026 നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളല്ല. എന്നാലും നമുക്കൊരു പ്ലാനിങ് വേണ്ടേ? 2026 നന്നായിരിക്കട്ടെ, കൊല്ലൊക്കെ തരട്ടെ കേട്ടോ. ചേട്ടാ ഭയങ്കര പുതിയ വേറൊരു ലുക്കിലാണല്ലോ, പുതിയൊരു ടീഷർട്ട്. ഇത് ഞാൻ കഴിഞ്ഞ ഓണത്തിനിറക്കിയ മുത്തുനബി എന്നുള്ള ആൽബമാണ്. ഇത് ക്യൂട്ടീസ് ഇന്റർനാഷണൽ ആണ് മുത്തുനബിയുടെ ആൽബത്തിന്റെ അവരുടെ പ്രസൻസിലാണ് ഈ ആൽബം ചെയ്തിരിക്കുന്നത്. അതും വിദേശത്ത്. അതായത് ടീഷർട്ടിന് അല്ല, മുത്തുനബിക്ക് പ്രൊമോഷന് വേണ്ടിട്ട് അങ്ങനെ ഒരു ടീഷർട്ട് ഇട്ട് അങ്ങ് അല്ല, ഇത് അവർ എന്നെ സെറ്റ് ചെയ്തതാണ്. അതെ. ഇത് അവരുടെ പേരിൽ ചെയ്തതുകൊണ്ട് ഇത് ഇപ്പൊ ഒരു ടീഷർട്ടല്ല, കുറച്ച് ടീഷർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഉള്ളവർക്ക് കൊടുക്കുന്നുണ്ട് ടീഷർട്ട്. അതെ. അപ്പൊ എനിക്കൊരു ടീഷർട്ട് കിട്ടുമോ? തീർച്ചയായിട്ടും. ഈ ആൽബത്തിന്റെ പേരും ക്യൂട്ടീസിന്റെ പേരിലാണ് ചെയ്തിരിക്കുന്നത്. അതെ. അപ്പൊ ഇനിയിപ്പോ ഇന്റർവ്യൂസ് അങ്ങനെയുള്ള സംഭവങ്ങൾ പിന്നെ അല്ലാതെ ഞാൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ക്യൂട്ടീസ് നമുക്ക് പിന്നെ വേണ്ടപ്പെട്ടവരാണ്. ആൽബം എന്റെയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇട്ടിട്ട് അതിനു മുന്നേ നമ്മള് മറിയടം അല്ല, നമ്മുടെ നിനക്കെന്നെ ഇന്ന് വേണ്ടെങ്കിൽ നമ്മള് സംസാരിച്ചായിരുന്നു. ഞാനൊരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഈ ചാനലിലല്ലായിരുന്നു. പക്ഷെ അതിനുശേഷം ഞാൻ സ്വന്തമായിട്ട് ചാനലൊക്കെ തുടങ്ങി. തങ്കച്ചേട്ടൻ എന്റെ ചാനലിൽ വന്നു. താങ്ക് യു. അതെ. അല്ല, നമ്മൾ ആദ്യം ഇന്റർവ്യൂ ചെയ്ത വേറെ ചാനലായിരുന്നു. ഞാനൊന്ന് ഫ്രീലാൻസ് വർക്ക് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. ഇപ്പൊ സ്വന്തമായിട്ട് തുടങ്ങി. ചാനൽ മുതലാളിയാണ്. പിന്നല്ല. അപ്പൊ ഇത് ആൽബം മുത്തുനബി ആൽബം അതെങ്ങനെയാണ് സംഭവിച്ചത്? ആക്ച്വലി മുത്തുനബി അത് സംഭവം നമ്മൾ എല്ലാം പ്രത്യേകതയായിരുന്നു. ഓണത്തിനാണ് അത് റിലീസ് ചെയ്തിരിക്കുന്നത്. ഓണത്തിനൊരു ഓണപ്പാട്ടൊക്കെ റിലീസ്. ഓണത്തിന് ഇറക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഓണപ്പാട്ടുകളൊക്കെ ഉണ്ട്. അപ്പൊ ഈ നബിദിനത്തിന് ഒരു പാട്ട് വേണം. സാധാരണ എന്തെങ്കിലുമൊക്കെ എനിക്കൊരു മാപ്പിളപ്പാട്ട് വേണമായിരുന്നു പാടാനായിട്ട്. അങ്ങനെ മാപ്പിളപ്പാട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഇത് അങ്ങനെ കിട്ടിയതാണ് മുത്തുനബി എന്നുള്ള പാട്ട്. പ്രവാസികളെ കുറിച്ചുള്ള സോങ്. പിന്നെ ഓണപ്പാട്ട് നമുക്ക് ഒരു ഓണപ്പാട്ടിന് പഠിപ്പുരയിലാണ്. ഇനിയിപ്പം അടുത്ത പ്രാവശ്യം ഒരു ഓണപ്പാട്ടൊക്കെ ചെയ്യണമെന്ന് ഇങ്ങനെ ഒരു ചെറിയ ആഗ്രഹമുണ്ട്. ഞാൻ ഈ ഓണപ്പാട്ടിലേക്കൊന്നും ഞാൻ
അങ്ങനെ കൈവയ്ക്കില്ല. ഓണപ്പാട്ട് പാടും, ഉം. പാട്ട് പാടും. പക്ഷെ നമുക്ക് ഓണപ്പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണപ്പാട്ടിനൊരു നമ്മൾ മനസ്സിൽ കിടക്കുന്ന പാട്ടുകളുണ്ടല്ലോ. ഉം. ഓണം നിലാവിഴ പോലെ അത് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ ഓണം കിനാവിതൾ പോലെ ഇതുണ്ട്. പിന്നെ ആ, ശ്രാവണ ശശിലേക്കേ അത് ഞാൻ കേട്ടിട്ടുണ്ട്. നീ ദൂതിന് പോയി വരുമോ ഈ പുഴയോരം സംഗമതീരം ഇവിടെയവൾ വരുമോ. ഇത് അപ്പൊ ഇങ്ങനെയുള്ള പാട്ടുകൾ നമ്മുടെ ശ്രീഭാരതമ്പി സാറും വിച്ചു തിരുമല സാറും ദാസേട്ടനൊക്കെ പാടി അങ്ങനെ നല്ല പാട്ടുകൾ ചെയ്തു വെച്ചിട്ടുണ്ട് കൂട്ടത്തിൽ. നമ്മളായിട്ട് കാര്യം ഒരു ഓടപ്പാട്ട് ചെയ്തില്ലാതാക്കുന്നത് നമ്മൾ ഈ പട്ടിക്കുട്ടി ആട്ടുകുട്ടി അത്രയൊക്കെ അങ്ങനെയൊക്കെ പോകുന്ന വിചാരിച്ചു. എന്നാലും ഈ ഓണപ്പാട്ടിൽ കൈവയ്ക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സാധാരണ അച്ഛനമ്മയൊക്കെ എവിടെയെങ്കിലും പോകുമ്പോഴേ ചോറ് വെച്ചിട്ടുണ്ട്, കാപ്പി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഉച്ചത്തെ ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ട്, രാവിലത്തെ കാപ്പി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചായ ഉണ്ടാക്കി ഫ്ലാസ്കിൽ വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിച്ചാൽ മതി, കിച്ചനൊന്നും ആവശ്യമില്ലാതെ അതും ഇതൊക്കെ പറക്കിയിട്ട് ഇല്ലാതാക്കണ്ട എന്ന് മക്കളടുത്ത് അമ്മയും അച്ഛനും പറഞ്ഞിട്ട് പോകാറുണ്ടല്ലോ എന്ന് പറയും പോലെ അവരൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളായിട്ട് അവിടെ കയറിയിട്ട് ആവശ്യമില്ലാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി അതിനെ ഇല്ലാതാക്കേണ്ടത് വിചാരിച്ചു. അതുകൊണ്ടാണ് ഈ നല്ല ഈ ഓണപ്പാട്ട്. എന്നാലും നല്ല നല്ല പാട്ടുകളൊക്കെ വരുന്നുണ്ട്. എന്നാലും അവരൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ഇതുണ്ടല്ലോ. അതാണ് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത്. ഒരു ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നമ്മളെ എടുത്ത് ആ സമയമാകുമ്പോൾ എടുത്ത് കഴിക്കുക. അതായത് ഓണം ആകുമ്പോഴും ഓണം എന്ന് പറയുമ്പോൾ അത് എപ്പോഴായിരുന്നാലും എവിടെ കേട്ടിരുന്നാലും നമുക്ക് ആ പാട്ടുകളെല്ലാം ഓർമ്മ വരും. ഇപ്പൊ അതിനെക്കാളും ഇപ്പൊ പറഞ്ഞ ഒരു മുസ്ലിം എന്ന് പറഞ്ഞ ഒരു സോങ് നമുക്ക് ഇറക്കാൻ പറ്റുക. എനിക്ക് അവിടുത്തെ ഒരു വലിയൊരു വിശിഷ്ട വ്യക്തിയുടെ ഒരു മെമന്റോയും അബുദാബിയിൽ തന്നെ. അത് ലുലു ആണ് ആ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. ലുലുവിന്റെ വേദിയിൽ ക്യൂട്ടീസ് ഇന്റർനാഷണലിന്റെ പേരിൽ ആണ് ഈ ആൽബം അവിടെ റിലീസ് ചെയ്തത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എനിക്കൊരു മെമന്റോ കിട്ടുന്നത്. ആക്ച്വലി മുത്തുനബി ഭയങ്കര എന്താ പറയാ, തങ്കച്ചി ചേട്ടനെ ആക്ച്വലി എല്ലാവർക്കും കുറെ കോമഡി ചെയ്യുന്ന ആളായിട്ടാണ് അറിയാവുന്നത്. പക്ഷെ മുത്തുനബി എന്ന് പറയുമ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് ഇമോഷണലി ഡെപ്ത് ഉള്ളൊരു പാട്ട്. അത് തങ്കച്ചി ചേട്ടൻ തന്നെ എഴുതി പാടി മ്യൂസിക് ചെയ്തു എല്ലാം ചെയ്ത് ഇറക്കി. തങ്കച്ചി ചേട്ടൻ ഇന്ന് ആരും പ്രതീക്ഷിക്കാത്തൊരു ഐറ്റം ഒരു നമ്പർ ആയിരുന്നു. ഞാൻ ഈ ബി എം കുട്ടി സാർ, പഴയ ബി എം കുട്ടി എന്ന് പറഞ്ഞ മാപ്പിളപ്പാട്ടിന്റെ ഒരു രാജാവും സുൽത്താൻ എന്നൊക്കെ തന്നെ പറയാം. ബി എം കുട്ടി, നമ്മളെ പ്രിയ സുഹൃത്ത് താജുദ്ദീൻ ബടകര, ഷാബി, കൊല്ല ഷാബി, ഇവരുടെയൊക്കെ ഒരു ഫാനാണ് ഞാൻ. അപ്പോൾ ഇവരുടെയൊക്കെ പാട്ടുകളൊക്കെ ഞാൻ കേൾക്കും. അപ്പോൾ എനിക്കും സാധാരണ ഈ പാട്ടുകളൊക്കെ ചെയ്യുമ്പോൾ എനിക്കൊരു ഇതുപോലെ ഒരു പാട്ട് വേണം. അവിടെ ചെല്ലുന്ന സമയത്തൊക്കെ വിദേശത്തെ അങ്ങനെയുള്ള പാട്ടുകളൊക്കെ ആവശ്യപ്പെടുകയും അല്ലെങ്കിൽ ഒരു പാട്ട് ചെയ്യണമെന്നൊക്കെ ഒരു താല്പര്യമുണ്ട്. അപ്പം മറ്റുള്ള പാട്ടുകൾ എടുത്ത് ചെയ്യാതെ എനിക്കൊരു പാട്ട് ഉണ്ടാക്കി ചെയ്യണം. അപ്പം നോക്കിയപ്പം എല്ലാവരും മാപ്പിള പാട്ട് ചെയ്യുന്നു. പക്ഷേ ഒരു പ്രവാസി സോങ് ഒരുപാട് വന്നിട്ടുണ്ട്, പ്രവാസികളെ കുറിച്ചിട്ടുള്ള പാട്ടുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ട് ആരാണ് അവിടെ കാലുകുത്തി എന്നുള്ളൊരു ഇത്, അതാണ് അതിനകത്ത് വരിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഈ പ്രവാസികളെ കണ്ട് ഇപ്പോഴാണ് നമ്മൾ പുറത്തെ പ്രോഗ്രാംസിന് അതിനൊക്കെ പോയി ലൈവായിട്ട് അവരുടെ അടുത്ത് പെരുമാറുകയും അല്ലെങ്കിൽ അവരെ പരിചയപ്പെടുകയും ചെയ്തു. അല്ലാണ്ട് നമ്മൾ അയൽവക്കത്തൊക്കെ തന്നെ ഉണ്ടല്ലോ പ്രവാസികളും ഇതൊക്കെ. അപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്തും ഈ നാട്ടിലായിരുന്നാലും നമുക്ക് സ്നേഹത്തോടെ അവരൊരു മുട്ടായി ആയിരുന്നാലും കൊണ്ട് തരികയും അവിടെ ചെല്ലുന്ന സമയത്ത് അവർ നമ്മളെ പ്രവാസികൾ അത്രയും നല്ല രീതിയിൽ അവരെ സഹകരണം ഇതൊക്കെ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് എൻ്റെ ഒരു പാട്ട് എഴുതണമെന്ന് വിചാരിച്ച്. പക്ഷേ ഞാൻ അന്ന് അവിടെ ആ പാട്ട് പാടിയപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നിട്ട് നല്ല നല്ല അഭിപ്രായങ്ങൾ പറയുകയും ഒക്കെ. അപ്പോൾ അതിൽ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. പക്ഷെ അത് ഇനിയിപ്പോൾ റിലീസും കൂടെ ഇനി UAE റിലീസ്, അതായത് ഈ പുതുവർഷത്തിൽ അതും കൂടെ റിലീസും കൂടെ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. ഈ പ്രവാസികളുടെ ലൈഫ് ഉണ്ടല്ലോ, ഇപ്പം അത് ആ പെയിനും ഇപ്പം അവിടെ പോയി ഷൂട്ട് ചെയ്തു തോന്നുന്നു അല്ലേ? കുറച്ച് ഭാഗം അവിടെ ഷൂട്ട് ചെയ്തു, മസ്കറ്റില്. കുറച്ച് ഭാഗം നാട്ടിലാണ് ചെയ്തത്. മസ്കറ്റിൽ എൻ്റെ സുഹൃത്തും കൂടെയാണ് വന്നത്, അജു എന്ന് പറയും. അജു ആണ് കൂടെ വന്നിട്ട് ഷൂട്ട് ചെയ്തത്, എൻ്റെ കൂടെ വന്നിരുന്നു. വന്ന് ബാക്കിയുള്ള ഭാഗം പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ എവിടെയൊക്കെയാണ് നമുക്ക് ഷൂട്ട് ചെയ്യേണ്ടത്, അനുമതികളൊക്കെ എവിടെയൊക്കെയാണെന്ന് അറിയില്ല. പക്ഷെ പുള്ളി എന്നെ അവിടെ വന്ന് എല്ലാവർക്കും നോക്കി കുഴപ്പമില്ലാത്ത. പിന്നെ നമുക്ക് ഈ വലിയ ക്യാമറ അല്ലല്ലോ, അത് കണക്കൊക്കെ നല്ല രീതിയിൽ ചെയ്ത് നമ്മളെ കൂടെ ഒപ്പം റിലീസ് ചെയ്യുന്നത് വരെ. ഈ പ്രവാസികളുടെ ഒരു ലൈഫ് അത്രയും ഡീപ്പായിട്ട് ചെയ്യാൻ വേണ്ടിട്ട് ചേട്ടന് അടുത്ത എന്തെങ്കിലും അനുഭവങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, അനുഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ പിന്നെ പരിചയമുള്ളവരും വിളിക്കുന്നവരും
സുഹൃത്തുക്കളും പ്രവാസികളാണ്. ഉം. പിന്നെ നമ്മൾക്ക് എത്ര നാളുകൊണ്ട് പ്രോഗ്രാമുകളൊക്കെ പോകുന്നു. പിന്നെ നാട്ടിലായിരുന്നല്ലോ, ഇപ്പോൾ അവർ നാട്ടിൽ വന്നിരുന്നാലും വിളിക്കും. പ്രോഗ്രാം കഴിഞ്ഞിട്ട് നാട്ടിൽ വന്നിരുന്നാലും വിളിക്കും. നാട്ടിൽ വന്നിരുന്നാലും അവർ ഫോൺ ചെയ്യും. നാട്ടിൽ വരുന്ന സമയത്ത് വിളിക്കും. അങ്ങനെ ഉം. പ്രവാസികളായിട്ട് ഇപ്പം അത് പ്രോഗ്രാമിൽ ഉള്ള ബന്ധമാണ്. പിന്നെ അവിടെ പോയിട്ടുള്ള ഒരു ബന്ധം. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതലുള്ള നല്ല പ്രവാസി സുഹൃത്തുക്കളാണ്. ഉം. ഉം. അതുകൊണ്ടാണ് അങ്ങനെ ഒരു അതെ പാട്ട് അതെ അവർക്ക് വേണ്ടിയിട്ട് അതെ കൂടെ അതെ അതെ അതെ. ഡെഡിക്കേറ്റ് അല്ല, ചെയ്തിട്ടല്ലേ? ഈ ഒരു സമയത്ത് ഈ കോവിഡ് സമയത്തൊക്കെ ഉം. ഈ നമ്മളെ ഏറ്റവും കൂടുതൽ വിളിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്തത് അവരാണ്. ഇതിലിപ്പം വന്ന വലിയൊരു പേരുണ്ട് ലുലു. ആര്? ലുലുവും യൂസഫ് അലി സാറുമായിട്ട് വളരെ അടുത്ത നല്ല ബന്ധമാണെന്ന് തോന്നുന്നു. അതെ. അല്ല, എല്ലാ സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. അത് ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരുപാട് ഒരു 1000 സ്ഥലത്ത് പറഞ്ഞിരുന്നാലും നമുക്ക് മതി വരാത്ത സംഭവങ്ങളാണ് അതൊക്കെ. അതൊക്കെ ഉം. ഒരു നമ്മുടെ അടുത്ത് കാണിക്കാൻ നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാമിന് പോയിരുന്നാലും അവിടെ ചെന്നിരുന്നാലും ലുലുവിൻ്റെ ഗ്രൂപ്പിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ നമ്മളെ പരിഗണിക്കാറുണ്ട്. പിന്നെ സാറിനെ നേരിട്ട് കാണാൻ പറ്റിയതിലും ഒക്കെ സന്തോഷമുണ്ട്. സാറൊക്കെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇരുന്നിട്ട് നേരിട്ട് കാണുകയും, അപ്പോൾ അത് തന്നെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ അത് നമുക്ക് എത്ര സ്ഥലത്ത് എവിടെ ആര് ചോദിച്ചിരുന്നാലും അതൊരു മടിയില്ലാതെ പറയാം. ഉം. പിന്നെ അത് അങ്ങനെ ആർക്കും അങ്ങനെ പൊതുവെ എല്ലാം കിട്ടുന്ന ഒരു ഭാഗ്യമല്ല. അടുത്ത ബന്ധമാണ് യൂസഫ് അലി സാറുമായിട്ട്. അത് അല്ല, ഞാൻ അന്ന് പോയ സമയത്ത് ഒരു അനിയനെ ഒരു കൂടപ്പിറപ്പിനെ പോലെയൊക്കെ സംസാരിക്കുകയും എനിക്കൊരു മെമൻ്റ് തരികയും അത് ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അത് എവിടെ പറഞ്ഞിരുന്നാലും നമുക്ക് ഒരാൾ നമ്മളെ ഇഷ്ടപ്പെടുകയും നമുക്ക് അതിനുള്ള സ്നേഹവും അല്ലെങ്കിൽ ഒരു ഉപകാരമൊക്കെ തരുന്നത് എവിടെ എവിടെ നമുക്ക് പറഞ്ഞുകൂടാ, എവിടെയും പറയാം. അതെ. ഓക്കെ. ഓക്കെ. അപ്പൊ ഇനി അടുത്ത പ്രൊജക്ട് എന്താണ് ചേട്ടന്റെ? അടുത്ത പുതിയൊരു പ്രൊജക്ട് വരാൻ ഇരിപ്പുണ്ടെന്ന് കേട്ടു, ആൽബം തന്നെ. ഉണ്ട് 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 ഉണ്ട്. ആ. ഞാൻ എനിക്ക് ഈ കൂടുതലും ആൽബമാണ് എൻ്റെ ഒരു ടെസ്റ്റ്. ഉം. അടുത്ത് വരാൻ പോകുന്ന നല്ലൊരു ആൽബമാണ്. ആ. ആ, അടിപൊളി. നമ്മൾ ഈ ടീം തന്നെയാണ് അത്. ഉം. ഞാൻ ഈ മറിയമ്മ ആട്ടുകുട്ടി, നിനക്കെന്നെ ഇന്ന് വേണ്ടെങ്കിൽ, പിന്നെ മുത്തുനബി, ഇനി അടുത്ത വരാൻ പോകുന്ന ആൽബം, ഇതെല്ലാം ഈ നമ്മുടെ ക്രൂ തന്നെയാണ്. ഓക്കെ. ഇനി വരുന്നത് എമിൻ ഫൺ ആയിരിക്കുമോ അതോ ഈ പറഞ്ഞ പോലെ ഇമോഷണൽ പിടിക്കോ? ഇനി അല്ലല്ല ഇനി വല്ല ടെററും കൊണ്ടുവരാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഫണ്ണായിരിക്കും. ഫണ്ണായി. ഫണ്ണായിരിക്കും. ഉം. അത് നമ്മൾ ഈ ടീം തന്നെ. എമില്, ഉം. മണി, ഉം. അനസ്, അജു, ഉം. ഞങ്ങളൊരു ടീമുണ്ട്. ഉം. ഞങ്ങൾ തന്നെയാണ് ഇതിൻ്റെ. ഭയങ്കര നിങ്ങൾ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടാ വർക്ക് ചെയ്യുന്നതെന്ന് അല്ലെ, തോന്നുന്നു. നമ്മൾ അല്ലെ നിങ്ങളുടെ ഒരു ഔട്ട്പുട്ട് അതെ, കാണുമ്പോഴത്തേക്ക്. ആട്ടുകുട്ടി തൊട്ട് ഞങ്ങൾ വർക്കിന് ഒരു ക്വാളിറ്റി ഉണ്ട്. ഉം. നമ്മുടെ വർക്കിനൊരു ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത്, അല്ലെങ്കിൽ അവർ സമ്മതിക്കില്ല. ഉഹും. എങ്ങനെ ഒരു ഞങ്ങൾ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് നമുക്കതിനെ പുറത്തെത്തിക്കാം. അതുകൊണ്ടാണ് നിനക്കെന്നെ ആൽബത്തിനൊക്കെ നല്ല അത് ആ ക്വാളിറ്റിയിൽ നമുക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റും. പറ്റും. ആട്ടുകുട്ടി തൊട്ട് ഇതുവരെയും അവരുടെ ഇതിലാണ് ചെയ്യുന്നത്. അവർക്ക് പെർഫെക്ഷൻ്റെ കാര്യത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയില്ല. ആ. അങ്ങനെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനും കൂടെ അതിനകത്ത് നിന്ന് കൊടുക്കും. എനിക്കും അതാണ് ആവശ്യം. ഞാനിപ്പോൾ ഒരു ക്യാരക്ടർ ഇപ്പോൾ ഷോയിലായിരുന്നൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ എനിക്കും അത് വേണം. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവരും ഫീമെയിൽ ചെയ്ത് കഴിഞ്ഞാൽ മീശ തടിയും വെച്ചിട്ട് ഞാൻ ഈ ഒരു ഷോളൊക്കെ എടുത്തിട്ട് ഫീമെയിൽ അങ്ങനെ ചെയ്യില്ല. ഒരു ഫീമെയിൽ എന്ന് പറഞ്ഞാൽ മീശ തടിയും വേണ്ട. അപ്പം മീശ തടി എടുക്കും. ബാക്കി പിന്നെ എന്ത് വന്നിരുന്നാലും അത് പിന്നോടുള്ള കേസ്. പക്ഷെ നമുക്കതൊരു പെർഫെക്റ്റ് ആയിരിക്കണം. അതിനുവേണ്ടി ചെയ്യും. അതുപോലെ തന്നെ ഈ പിന്നെ മണിയും ഇവരും അവരൊക്കെ. അതുകൊണ്ടാണ് നമ്മളെ വർക്കുകളൊക്കെ ഇങ്ങനെ ഓരോന്നിങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഓരോ വീഡിയോക്കൊക്കെ എല്ലാത്തിനും നല്ല അഭിപ്രായമാണ്. ചേട്ടനപ്പം ഈ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ എല്ലാവർക്കും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ള എല്ലാവരും നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണല്ലോ നെഗറ്റീവ് കമന്റ്സ്. അതിനെ എങ്ങനെയാ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കണേ? അവർക്ക് എന്താ ജോലി വേണ്ടേ? അല്ലെ, നെഗറ്റീവ് കമന്റ് ഇടുന്നവർക്ക് എന്തെങ്കിലും ജോലി വേണ്ടേ? അവർ ഇന്ന് ആർക്ക് നെഗറ്റീവ് ഇടാന്ന് പറഞ്ഞാൽ നമ്മളത് അങ്ങോട്ട് ശ്രദ്ധിക്കരുത്. പിന്നെ ഈ നമുക്ക് ആരാണ് പോസിറ്റീവ് കമന്റ് ഇടുന്നത്, ആരാണ് നെഗറ്റീവ് ഇടുന്നത് എന്ന് പറഞ്ഞ് നമ്മളതിൽ കയറി നോക്കുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ അതിനോട്ടൊന്നും വലുതായിട്ട് ശ്രദ്ധിക്കരുത്. കാരണം എല്ലാവരും നമുക്ക് നല്ലത് പറയണം എന്നിങ്ങനെ നിർബന്ധം പിടിക്കാൻ പറ്റില്ല. ഇപ്പം ഇടയ്ക്ക് എനിക്ക് കുറച്ച് ഒരു 2 വർഷമാവുന്നു എനിക്ക് ആക്സിഡൻറ്റ് പറ്റി. എനിക്ക് അങ്ങനെ ഒരു ഇയോൺ കാറിൻ്റെ ഒരു അത് വെളുപ്പിൻ്റെ ഒരു 3 മണിയായിരുന്നു. എനിക്കൊരു എൻ്റെ ഇയോൺ കാറാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനൊരു 11 മണിയൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടൊരു 11 മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നു. പിന്നെ സോഷ്യൽ മീഡിയ നോക്കുന്നത് കംപ്ലീറ്റ് ഞാനില്ല. പിന്നെ മറ്റു പല മരണ വീട്ടിലെയും
നമ്മളെ സെലിബ്രിറ്റികൾ ഇന്ന് കരയുന്ന അതെല്ലാം കൂടെ എടുത്ത് വെച്ചിട്ട് എൻ്റെ പേരും കൂടെ വെച്ചിട്ട് തങ്കച്ചൻ നിര്യാതനായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് ഒരു പക്ഷേ വിഷയമില്ലായിരിക്കും, പക്ഷേ നമ്മളെയൊക്കെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ നമ്മളെ വീട്ടുകാരുടെയൊക്കെ മാനസികാവസ്ഥ എന്നവർ മനസ്സിലാക്കാതാണ് ഇങ്ങനെ 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 ചെയ്യുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓപ്പോസിറ്റ് ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് അച്ഛനുണ്ട്, നമുക്ക് അമ്മയുണ്ട്, നമുക്ക് സഹോദരങ്ങളുണ്ട്, അങ്ങനെ ഒരു ചിന്ത മാത്രം അങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി. പിന്നെ ഇതൊക്കെ ഒന്ന് ഓരോരുത്തർക്ക് നമ്മളെ വിളിക്കും അല്ലെങ്കിൽ വീട്ടിലേക്ക് വിളിച്ച് ചോദിക്കും എന്താണ് എന്ത് പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ അതിൻ്റെ പുറകെ പോയ അതിൻ്റെ നേരം വരില്ല. ഇതിപ്പം ഈ ഓരോ വർഷാവർഷം ഇങ്ങനെ അതിനെ വരുമല്ലോ, കഴിഞ്ഞിട്ട് അതേ സമയമാകുമ്പോൾ വീണ്ടും ഇങ്ങനെ വരും. അപ്പോൾ വീണ്ടും ഓരോരുത്തരെ വിളിക്കും ഇത് ആക്സിഡൻറ്റ് പറ്റിയെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മൾ പിന്നെ ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാറില്ല. കാരണം ഇത് അവരുടെ ഒരു 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 ഡ്യൂട്ടി ആക്കി എടുത്തിരിക്കുകയാണ്. വർഷാവർഷം ആ സമയമാകുമ്പോൾ എടുത്തിരും. അല്ല, എനിക്ക് മാത്രമല്ല, ഇപ്പം ഏതെല്ലാം ആർട്ടിസ്റ്റുകളുടെ പേരിൽ അവര് പിന്നെ മരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എടുത്തു. അപ്പൊ അവര് തിരിച്ചങ്ങോട്ട് വിളിക്കും, നമ്മളോട് ഉണ്ട് കേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിങ്ങനെ ചെയ്യുന്നവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും ഒരു വിഷമിക്കുന്ന വീട്ടുകാരുണ്ട്, അവർക്കും ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയത്. ആരും അങ്ങനെ മനസ്സിലാക്കാറില്ല, അവര് തമാശയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ്. നമ്മള് സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് അതൊരു ഭയങ്കര ഭയങ്കര എന്ന് പറഞ്ഞാൽ അതെ, ഈ വീട്ടുകാരത്തെ വിളിച്ച് ചോദിക്കുന്ന സമയത്ത് അവർക്ക് വിഷമം പറ്റില്ല. അവരെന്ന് പറഞ്ഞാൽ ഇതിനെപ്പറ്റി വലിയ വിവരം ഇല്ലാത്തവരാണ്. അവര് നാട് പറ്റുന്ന വലിയ ബന്ധമില്ലാത്തവർ. ഇങ്ങനെ പെട്ടെന്ന് പറയുമ്പോൾ അവര് ഇപ്പം നമുക്കറിയാമല്ലോ, ഇപ്പം നമുക്കൊന്നും പറ്റിയില്ലെന്ന് എനിക്ക് ഇപ്പം മോക്കൊന്നും പറ്റില്ല മോക്കറിയാലോ, പക്ഷെ വീട്ടിലിരിക്കുന്നവരുടെ അവസ്ഥ അതെ, അത് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് പോകുന്ന ആൾക്കാരും കൂടെ ആവുമ്പോഴല്ലേ. അതെ 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 അതെ. ചേട്ടന് കാറിന്റെ ബിസിനസ് വല്ലതും ഉണ്ടോ? അയ്യോ, അല്ല, എനിക്ക് അങ്ങനെയുള്ള കമന്റുകളൊക്കെ വരുന്നത് എന്തെന്നറിയാം. ഞാനൊരു ഈ കാർ ആക്സിഡന്റ് പറ്റിയ സമയത്ത് ഞാൻ അപ്പോഴീ ഓണ സമയമായിരുന്നു. അപ്പോൾ എനിക്ക് അടുത്ത് എവിടെയെങ്കിലും പോകണമെങ്കിൽ വണ്ടി വേണമല്ലോ. അപ്പം ഞാൻ പെട്ടെന്ന് പോയി എടുത്തൊരു വണ്ടിയുണ്ട്, ഈ ഒരു ഫിയറ്റിൻ്റെ പഴയ മോഡലേ, അത് കുറച്ച് കാശേ എടുത്തുള്ളത്. അപ്പോൾ എനിക്ക് വേറെ നമ്മൾ ഇടിച്ച വണ്ടിക്ക് ഒരു 4 മാസം കഴിഞ്ഞേ കിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് അടുത്ത് വണ്ടി വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി ഒരു വണ്ടി എടുത്തുകൊണ്ട് വന്ന് അത് പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, തുച്ഛമായിട്ടുള്ള കാശേ ആയിട്ടുള്ളൂ. വേറെ അതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളും ഇതൊക്കെ ഒരുപാടുണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ ക്ലിയർ ചെയ്ത് പിന്നെ അത് ഓടി. പിന്നെ ഫിയറ്റ് തരുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം ഫിയറ്റ്. ഫിയറ്റ് നമ്മളൊരു ചെറിയ ബന്ധമുണ്ട്. ഞങ്ങൾ ഈ പണ്ട് ഈ ചെരുപ്പിൻ്റെ ടയറൊക്കെ വെട്ടിയിട്ട് ബേസ് ബോർഡിൽ കാറൊക്കെ ഉണ്ടാക്കും, മറ്റേ സീറിംഗ് ഒക്കെ ഇട്ട്. അപ്പോൾ ആകെപ്പാടെ അറിയാമെന്നുള്ള ഈ ഫിയറ്റ് ഇതാകുമ്പോൾ ഒരു 3 അക്ഷരമല്ലേ ഉള്ളൂ. ഒരു ചേട്ടനുണ്ട്, ചേട്ടൻ മരിച്ചു. അവന് ഞങ്ങൾ ഇതെല്ലാം വണ്ടി ഉണ്ടാക്കിയിട്ട് അന്ന് അറിയാമെന്നുള്ള വണ്ടി 3 അക്ഷരമുള്ളൂ. അപ്പോൾ ഈ പേന ചോക്ക കരി എന്തെങ്കിലും എടുത്തിട്ട് ഫിയറ്റ് എന്ന് എഴുതിക്കും. ഈ ഫിയറ്റ് എന്താണെന്നോ കാറെന്താണെന്നോ ഒന്നും അറിഞ്ഞൂടോ, ഫിയറ്റ് എന്ന് എഴുതിയിരിക്കും. അങ്ങനെ അവസാനം എനിക്ക് പെട്ടെന്ന് ഫിയറ്റ് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അത് ഓർമ്മ വന്നപ്പോൾ ഞാൻ ചെന്നെടുത്തതാണ്. പിന്നെ എനിക്കത് ഇത് കൊടുക്കണം. അപ്പോൾ കൊടുക്കാൻ വേണ്ടി ഞാനിങ്ങനെ 1-2 അടുത്ത് പറഞ്ഞിട്ടൊന്നും ഇത് അവരിൽ എത്തിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്തിടാം. അപ്പം ഞാൻ പറയല്ലേ എൻ്റെ ഒരു വണ്ടിയുണ്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോ ചെയ്തിട്ടാണ്. അങ്ങനെ ഇപ്പം ഞാൻ വീഡിയോ ഇട്ട് ഇങ്ങനെ ആരൊക്കെ വിളിക്കുന്നുണ്ട്. അതാണ് പിന്നെ കാർ ബിസിനസ് ഉണ്ടോന്ന് ചോദിച്ചാൽ ഓരോരുത്തരും കാർ ബിസിനസ് അത് ഞാൻ കൊടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽ കംപ്ലീറ്റ് ഫുൾ താഴെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, വന്ന് വാങ്ങിച്ചോട്ട് പോകണം കേട്ടോ. നല്ലതാണ്. അതെ, കച്ചവടം ഉറപ്പിക്കാൻ പോവാ. അപ്പൊ ചേട്ടാ ഞാൻ ചോദിക്കട്ടെ, ചേട്ടൻ ഈ കൊച്ചുനാളിലെ തൊട്ട് ഈ ആക്ടിങ്ങിന്റെ ഇതൊക്കെ ചെയ്യുമായിരുന്നോ? ലൈക്ക് ആക്ടർ ആവാനുള്ള ഒരു ചെറുപ്പത്തിലേ തൊട്ടുണ്ടായിരുന്നോ? എനിക്ക് എന്നതാ ഇവിടെ ചാനലിന്റെ പേരോ? BTF നെറ്റ്വർക്ക്. BTF നെറ്റ്വർക്ക് വരെ കൊണ്ടിരുത്തിക്കുന്നത് ഞാൻ പോലും അറിയാതെ. അങ്ങനെ ഇപ്പം ഇന്നലെ ഇതുപോലെ വിളിച്ചു, ചേട്ടാ ന്യൂ ഇയർ ആയിട്ട് നമുക്കൊരു ഇന്റർവ്യൂ ചെയ്യണം എന്ന് പറഞ്ഞ് വിളിച്ചു. ഞാൻ ഇവിടെ വന്നിരിക്കുന്നതുവരെ അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നാളെ ഒരു വർക്കുണ്ട്. അങ്ങനെ ഇപ്പോൾ ഒന്നും പ്ലാനിങ് ആയിട്ടല്ല. എന്നാലും ആക്ടിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊന്നും ആവണമെന്നിങ്ങനെ വന്നതല്ല. എൻ്റെ മേഖല ഇതല്ലായിരുന്നു. ഈ മേഖലയിലേക്ക് ഒരു സുപ്രഭാതത്തിൽ ഞാൻ വന്നതാണ്.
പിന്നെ ഇതിൽ നിന്ന് എങ്ങോട്ട് പോയി ഇനി ഈ പിന്നെ 29-ാം വയസ്സിൽ ശരിയൊക്കെ എന്നാ രണ്ടും കൂടെ 31 വയസ്സ് കണക്ക് ആ കൂട്ടലുകളൊന്നും അങ്ങോട്ട് അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ ശരിയാവുന്നില്ല. പിള്ളേച്ച. ശരി അതൊക്കെ എടുക്കുന്ന മാച്ചളയും അതെ. അപ്പോൾ ഇനി എങ്ങോട്ട് പോകാൻ? അപ്പോൾ അതുകൊണ്ട് ഇതിൽ തന്നെ കഴിഞ്ഞു പോകണം. ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ ചെയ്തത് പകുതി ഇട്ടിട്ടാണ് വന്നത്. ഇനി അങ്ങോട്ട് ചെന്ന് അത് കണ്ടിന്യൂ ചെയ്യാനുള്ള പ്രായമല്ല. അതുകൊണ്ട് ഇനി അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ വെള്ളം എന്താണെന്ന് വെച്ചാൽ വാച്ച് കഞ്ഞി വെച്ച് കുടിച്ചിട്ട് കിടക്കുക എന്നതാണ്. അല്ല, ചെറിയ കാലയളവ് കൊണ്ട് പ്രേക്ഷക പ്രീതി നേടിയെടുക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അത് വലിയ കാര്യം തന്നെയാണ്. അത് മീൻസ് എനിക്ക് തന്നെ പേഴ്സണലി എൻ്റെ ഒരുപാട് പേരെ അറിയാം. തങ്കച്ച ചേട്ടൻ ഉള്ളത് കൊണ്ട് മാത്രം എപ്പിസോഡ് കാണാൻ ഇരുന്ന ഒരുപാട് പേരുണ്ട് പ്രോഗ്രാംസില്. അത് തങ്കുവിന്റെ ഇത് കാണണം, തങ്കുവിനെ ഫാൻസ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു അല്ലേ? പിന്നെ ഇപ്പോഴും ഷോ കണ്ടിട്ട് ഇപ്പം നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് അത് ആ ഷോയെ അത്രയും ഇഷ്ടപ്പെടുന്നത് കൊണ്ടും നമ്മളെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടും ആ ഷോ അങ്ങനെ ഒരു ടൈമിൽ ആയിരുന്നു. ആ ഷോയ്ക്ക് അത്രയും വാല്യൂ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ആ ഷോ ചോദിക്കുന്നവരുണ്ട് അത് നിർത്തിയോ എന്ന് ചോദിക്കുക. കാരണം ഇപ്പോൾ എപ്പിസോഡുകൾ പഴയ എപ്പിസോഡുകളാണ് എടുത്തിട്ടുണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും വിചാരിക്കുന്ന ഷോ ഉണ്ടെന്നാണ്. ഓരോരുത്തർ വന്നിട്ട് ആ ഷോ ഉണ്ടോ നിർത്തിയെന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പോഴാണ് നമുക്ക് ആ ഷോയോടുള്ള അത്രയും എന്താ പറയുക ഒരു വാല്യൂ നമുക്ക് മനസ്സിലാകുന്നത്. ഓരോരുത്തരെന്ന് പറയുന്നത് നിങ്ങൾ നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ചും ഗെയിമുകളെ കുറിച്ചുമൊക്കെ അത് അങ്ങനത്തെ ഒരു ഷോ എനിക്ക് തോന്നുന്നില്ല ഇനി അതുപോലെ ഷോ വരുമെന്ന് എനിക്കറിയില്ല. അത്ര ഗംഭീര ഷോ ആയിരുന്നു. ഇപ്പം അത് ശരിക്കും പറഞ്ഞാൽ അത് ചെയ്ത് കൊതി തീർന്നില്ലെന്ന് പറയാം ശരിക്കും. ഓക്കെ. എന്നിട്ട് ഈ പറഞ്ഞ പോലെ പിന്നീട് പെട്ടെന്നാണ് ചേട്ടന്റെ മറ്റൊരു സിംഗർ എന്നുള്ളൊരു മുഖത്തിലേക്ക് അല്ലേ? പാട്ട് എങ്ങനെയായിരുന്നു? പാട്ട് കുഞ്ഞുനാളിലൊട്ടേ പാടുമായിരുന്നു? പാട്ട് ഇങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല. പഠിക്കാതെയാണ് ഇത്ര അടിപൊളിയായിട്ട്? അതെ. അല്ല, പാട്ട് അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല. ഇക്കരെ പാടി അക്കരെ കേൾക്കണമെന്നേ ഉള്ളൂ. അത് അല്ലാതെ ഇതിന് താളോ സംഗീതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളിലത്തേക്കൊന്നും പോയിട്ടില്ല. ഇവിടെ പാടി ഉറച്ചു പാടുക, കുറച്ച് പാടുമില്ല വന്ന അങ്ങനെ ഇങ്ങനെ അങ്ങനെ കേൾക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നിന്ന് പറ്റാൻ വേണ്ടി ഒരു ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധികാരികമായിട്ട് ഡാൻസ് പഠിച്ചിട്ടില്ല. ഒരു പാട്ട് പാടണമെന്ന് പറഞ്ഞാൽ പാട്ടും പഠിച്ചിട്ടില്ല. ഇത് എല്ലാത്തിനും കൂടെ ആവശ്യമായിട്ട് ദൈവം ഇത്തിപ്പൂരം തന്നേ ഉള്ളൂ. ഒരു പൊടിക്ക് ഒരു അല്പം തന്നേ ഉള്ളൂ. ഇത്തിപ്പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇതായിട്ട് ഇത്തിപ്പൂരം തന്നേ ഉള്ളൂ. അതെങ്ങനെ അതിൻ്റെ കൂട്ടത്തിലൊരു ഇങ്ങനെ പറഞ്ഞു ഇത്തിപ്പൂരം തന്നേ ഉള്ളൂ. അതെ, പാട്ടങ്ങനെയൊന്നും പഠിച്ചില്ല. പക്ഷേ ഞാൻ ആദ്യം ഇതായിരുന്നു ഈ ഡിസ്കോ. അത് കഴിഞ്ഞതിന് ശേഷം പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അങ്ങനെയുള്ള പാട്ടൊന്നുമില്ല. ഈ പണ്ടത്തെ അണ്ണന്മാരുണ്ട് അവരൊന്നും ഇപ്പം ഇല്ല. ഒന്ന് രണ്ടൊക്കെ അവിടെ നിന്ന് പോയി പിന്നെ ഒന്ന് രണ്ടും മറ്റു അത് ഈ നമ്മളന്ന് ഈ നിക്കർ ഉടുപ്പ് ഇട്ടിട്ട് ടയർ കൂട്ടി നടക്കുന്ന സമയത്ത് നേരടാ ഒരു പാട്ട് പറ. ഈ സ്നേഹമുണ്ട്. പക്ഷെ മുട്ടായിയും അതും ഇതും കപ്പലിൻ്റെ മുട്ടായും കപ്പലിൻ്റെയൊക്കെ വാങ്ങിച്ച് വെച്ചേക്കും എനിക്ക് തരാൻ വേണ്ടി. പക്ഷെ പറയുന്നതൊക്കെ ഇങ്ങനെയായിരിക്കും. ഒരു പാട്ട് പറ എന്ന് പറയും. അവിടെ നിന്ന് പാട്ട് പാടും. ഒരു മരത്തോപ്പിൽ മലരുകൾ തൂകിടും മധുഗണമാകവേ നിറഞ്ഞു നിൽപ്പ് എന്നിൽ നിന്നിത അഴകിടും വേദിയിൽ അതിലൊരു ഗാനമായി പ്രിയതരമായി ഞാനുവേ. അപ്പൊ ഈ പാടുന്തോറും ഞാൻ അങ്ങോട്ടാണ് നോക്കുന്നത്. എനിക്ക് പാടി തീർത്തിട്ട് അങ്ങ് പോണം. അഴകിടും വേദിയിൽ അതിലൊരു ഗാനമായി പ്രിയതരമായി ഞാനുവേ. അപ്പോ അല്ലാതെ കൊള്ളാന്ന് അല്ലെങ്കിൽ സൂപ്പർ എന്നൊന്നും അങ്ങനെയൊന്നുമില്ല. അപ്പോ എന്താ എന്നാലും ഭയങ്കര സ്നേഹവും. ഈ ചിലരുടെ ഈ അഭിനന്ദനങ്ങൾ ഈ ഉള്ളിൽ സ്നേഹം വെച്ചിട്ടാണ് ഈ പറയുന്നത്. പക്ഷെ നമുക്കറിയാൻ പറ്റില്ല. ഞങ്ങളോട് ഒരാളുണ്ടായിരുന്നു അന്ന് ഈ നമ്മുടെ ഈ കൈരളിയുടെ മനോരമയുടെ ഒക്കെ പ്രോഗ്രാം, ആ പ്രോഗ്രാമിൻ്റെ സ്കിറ്റൊക്കെ ആദ്യമായിട്ട് നമ്മൾ ഈ ചാനലിലെ സ്കിറ്റൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ ഒരു ചേട്ടനുണ്ട്, കണ്ണൊക്കെ ചുമന്ന് കണ്ടാൽ തന്നെ പേടിച്ചു. അങ്ങനെ ആരും പുള്ളിയെടുത്ത് അങ്ങനെ ആരും അങ്ങനെ സംസാരിക്കുന്നില്ല. അപ്പോൾ അപ്പച്ചനും അമ്മയും റോട്ടി സമയത്ത് നിങ്ങളുടെ മോൻ ഉണ്ടോ, ഞാനും തിരക്കിന്ന് പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എന്തിനാണ് തിരക്കുന്നത്? കാരണം അവൻ തിരക്കുന്ന അത്ര നല്ല കാര്യത്തിനല്ല. അവരും പേടിച്ചു.
ഫോൺ ചേട്ടാ ഇന്ന ആൾ നിന്നെ തിരക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. അതെന്താണെന്ന് തിരക്ക് ഇപ്പോൾ ഇവിടെ വന്ന് തിരക്ക്. ഇത് ഭയങ്കര ആശങ്കയിലായി അവർക്ക്. ഇതെന്താണ് കാര്യം എന്നറിയില്ല. അങ്ങനെ ഇത് എൻ്റെ അടുത്ത് പറഞ്ഞു. എൻ്റെ നേരിട്ട് പറഞ്ഞപ്പോൾ എനിക്കും പേടിയപ്പോൾ ഇതെന്താണ് കാര്യമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു പ്രാവശ്യം വന്നിട്ട് രാത്രി വന്നിട്ട് വെളുപ്പിന് ഞാൻ രാവിലെ വിട്ടു കേട്ടോ. രാവിലെ ഫസ്റ്റ് ബസ്സിലെ കയറിപ്പോയി കാണണ്ടെന്ന് കണക്കാക്കി. വീണ്ടും ഇതുപോലെ പലരത്തും പല കൂട്ടുകാരും തങ്കച്ചൻ വന്നാ ഇല്ല അവനെ ഞാൻ തിരക്കെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഒരു ദിവസം ഞാൻ കണ്ണിപ്പെട്ട് പുള്ളിക്കാരൻ മുങ്ങിയായിരുന്നു കണ്ണിപ്പെട്ട്. എന്താണെന്ന് എനിക്ക് കാര്യം എന്താണെന്ന് അറിയില്ല. പക്ഷെ പുള്ളി അത്ര ഇതിലല്ല. കാരണം എൻ്റെ ഫേസും ഒക്കെ അങ്ങനെയാണ് ചോദിക്കുന്നത്. അപ്പോൾ വെച്ച് അടിച്ചിരുന്നെങ്കിൽ എന്താണ് കാര്യം എന്ന് അറിയില്ലല്ലോ. അങ്ങനെ പുള്ളി അങ്ങോട്ട് പോയിട്ട് സൈക്കിളിൽ നേരെ തിരിച്ചു വന്നു. അപ്പം ഞാൻ നോക്കി തീർന്നു. എൻ്റെ പല്ലെല്ലാം അടിച്ചിളക്കും. എന്താണ് കാര്യം എന്ന് എനിക്കറിയില്ല. ഞാൻ വന്നെന്നും ഈ പുള്ളിക്കാരൻ എന്നെ കാണുമെന്ന് അറിഞ്ഞ് എൻ്റെ വീട്ടുകാർ പ്രാർത്ഥനയും പള്ളിയിൽ പോക്കും ഒരു ബഹളം തന്നെ കേട്ടോ. ഭയങ്കര പ്രാർത്ഥനയും എൻ്റെ മോനെ അവ അടിച്ചു കൊല്ലുമോ അയ്യോ എന്ന് പറഞ്ഞ് കരച്ചിലും. ഞാൻ നിന്ന് വിറയ്ക്കുന്നു. ഞാൻ എൻ്റെ കാല് കൈയൊക്കെ കിടുകിടാന്നിങ്ങനെ വിറയ്ക്കുന്നു. ഞാൻ ഇങ്ങനെ തലയൊക്കെ തുറഞ്ഞിരിക്കുന്നത് എന്താണ് കാര്യം എന്ന് പറഞ്ഞു. അപ്പം സൈക്കിളിൽ ചാടി ഇറങ്ങി ഒരൊറ്റ അടി അടിക്കുന്നു. എൻ്റെ പല്ലെല്ലാം വന്നു. നിന്നെ ഞാൻ തിരക്കിയിരിക്കുന്നു. അതായിരുന്നു ഉദ്ദേശിച്ചത്. ഒന്നുമില്ല. സൈക്കിളോട് ചവിട്ടി നിർത്തിയിട്ട് മുഖമൊക്കെ അമരീഷ് പുരിയുടെ മുഖം. നിന്നെ കുറേ ദിവസം കൊണ്ട് ഞാൻ തിരക്കുന്നു. എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ നിന്നെ ഭയങ്കര ഇഷ്ടം. കൊള്ളാം പോട്ടാ ഒറ്റടി. അല്ലെങ്കിൽ അല്ല അതെന്തറിയാം ഓരോ ആൾക്കാരുടെ ഉള്ളിൽ സ്നേഹം കാണും. പക്ഷേ പുറത്ത് വരുന്ന എങ്ങനെയായിരിക്കും. ചില ആൾക്കാരെ ഈ പിന്നെ ഉള്ളിൽ സ്നേഹം വെച്ചിട്ടായിരിക്കും നമ്മളെ തോളത്തൊക്കെ അടിക്കുന്ന. ചില അടിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടാ പല എടുത്ത് അടിക്കുമ്പോൾ പക്ഷെ അവർ സ്നേഹം കൊണ്ടാണ്. അങ്ങനെ ഈ കൂട്ടത്തിൽ പിന്നെ അതും കൂടെ ഒന്ന് ഓർമ്മിച്ച് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ പാട്ടുകളൊക്കെ അങ്ങനെയാണ്. എന്നെ കൊണ്ട് നിർബന്ധിച്ച് ഡാൻസ് കളിക്കുക, പാട്ട് പാടിക്കുക, എൻ്റെ തോർത്തുരിഞ്ഞ് കളയുക, അങ്ങനെയുള്ള കേട്ടോ. ഓറ എന്ന് പറയുക. പാട്ടൊക്കെ പാടിച്ചിട്ട് ഓറാന്ന് പറയും. അങ്ങനെ അവരുടെ ഇടയിൽ നിന്ന് അവരുടെ ഒരു കൊച്ചു ടി വി ആയിരുന്നു ഞാൻ. അവരൊരു ടി വി ആയിരുന്നു ഞാൻ. അവർ ജോലിയൊക്കെ ചെയ്തിരിക്കുന്നത് സ്കൂളിൽ പോയില്ലടാ. അപ്പം ഞാൻ സ്കൂളിൽ പോവാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവരെന്നെ പൊക്കും. നാട്ടിലൊരു എന്റർടൈനർ ആയിരുന്നു. സ്കൂളിൽ പോവാതിരുന്ന ഇവരെന്നെ പൊക്കും. അതുകൊണ്ട് എന്തെന്നറിയാമോ, ഞാൻ സ്കൂളിലും പോകില്ല, ഇവരടുത്ത് നിൽക്കില്ല, ഞാൻ നടുക്ക് വയ്ക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. അതൊക്കെ ഇപ്പോഴും ഓർക്കുന്നു. പക്ഷെ അതിൽ ഒന്ന് രണ്ടുപേരൊക്കെ അല്ല മറ്റേ ചേട്ടനെ ഇത്ര പേടിപ്പിക്കുന്ന രീതിയിൽ ചോദിച്ചപ്പോഴത്തേക്ക് അടി കിട്ടുമോ എന്ന് ചിന്തിക്കാനുള്ള കാരണം എന്തായിരുന്നു? അതല്ല എനിക്ക് അങ്ങനെ ഇല്ലല്ലോ. ഈ ഒരു കാരണം ഉണ്ടാക്കി അടിക്കുന്ന ഒരു കാരണമൊന്നും വേണ്ടല്ല. നീ എന്താ എന്നെ നീ ഒരു ദിവസം ഞാൻ അങ്ങോട്ട് പോയപ്പോ നീ എന്താ എന്നെ നോക്കിയത്, ഇത് മതി. ഇങ്ങനെയുള്ള ക്യാരക്ടറുകൾക്ക് ഇത് മതി. അത് ശരിയാട്ടോ. അങ്ങനെ ചേട്ടന് ഭയങ്കര ഈ ഒബ്സർവേഷൻ സ്കിൽസ്, അതായത് കോമഡി ഒക്കെ ചെയ്യുന്നവർക്ക്, മിമിക്രി ചെയ്യുന്നവർക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒബ്സർവേഷൻ സ്കിൽസ്. ചേട്ടൻ അത് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത്? കാരണം ഇപ്പൊ ഒരാളുടെ ഒരു കാര്യം പറഞ്ഞപ്പോഴാണെങ്കിൽ പോലും അവിടെ ഒരു തുമ്പിടുന്നുണ്ട്. അത് ഈ കൂടുതൽ അവരെ വീക്ഷിച്ചാൽ മാത്രം മതി. അല്ല, നമ്മളിപ്പം ഒരാൾ നോക്കിക്കൊണ്ടിരുന്നാലും നമുക്കത് പെട്ടെന്ന് ഗ്രാഹ്യം കിട്ടുക എന്ന് പറയുന്നത് ഇച്ചിരി അത് പയ്യല്ലേ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനല്ലേ പറ്റുള്ളൂ. അല്ല അത് ഈ പറയും പോലെ അത് പ്രത്യേകിച്ച് പഠിക്കുകയൊന്നുമല്ല. അത് നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഈ ഓരോ അവസ്ഥകൾ കണ്ട് വരുന്നതല്ലേ നമ്മള്. അപ്പൊ നമ്മൾ അവരെ ആറ്റിറ്റ്യൂഡ് നമുക്ക് കറക്റ്റായി പിടിക്കാൻ പറ്റും. ഇപ്പോ ഏത് കാറ്റഗറിയിലുള്ള ആളായിരുന്നാലും ശരി, നമുക്കത് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കഥാപാത്രത്തിൽ ആ ക്യാരക്ടറിനെ ഒട്ടിച്ചു കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആ മാനറിസം കിട്ടും. അതിന് പ്രത്യേകിച്ച് ഒരു സാധനം ഉണ്ടാക്കി, ഒരു സ്കിറ്റ് ഉണ്ടാക്കി, അതെല്ലാം ഉണ്ടാക്കിയിട്ട് ആ ക്യാരക്ടർ എടുത്ത് ആ മാനറിസം ഇങ്ങോട്ട് കൊണ്ടുവന്ന് രണ്ട് സെപ്പറേറ്റ് വെക്കണ്ട. ആ സ്കിറ്റിനകത്ത് ഉള്ള ആത്മാർത്ഥത നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം അതിനകത്ത് അങ്ങ് വരും. എല്ലാം അതിനകത്ത് വരും. എല്ലാം ആ സ്കിറ്റ് ചെയ്യുന്ന സമയത്ത് ക്യാരക്ടർ ചെയ്യുമ്പോൾ എല്ലാം ഭംഗിയായിരിക്കും. നമ്മൾ പോലും അറിയാത്ത ചില സംഭവങ്ങൾ അതിനകത്ത് വരും. ഈ സ്റ്റേജിൽ കയറുമ്പോ വേറൊരാളായിട്ട് അങ്ങ് മാറാറുണ്ടോ? മാറിയില്ലെങ്കിൽ ആൾക്കാർ മാറ്റും. മാറിയില്ലെങ്കിൽ ചേട്ടൻ എങ്ങനെയാ ഈ സ്റ്റേജിലേക്കുള്ള ഒരു എൻട്രി എങ്ങനെയായിരുന്നു? ഞാനല്ല, എല്ലാ ആൾക്കാരും സ്റ്റേജിന്റെ ബാക്കിൽ കൂടെയാണ് വന്ന എൻട്രി. അല്ല അങ്ങനല്ല, ആദ്യമായിട്ടൊരു സ്റ്റേജില് കയറുന്നത്. അത് ആദ്യമായിട്ടുള്ള
ആദ്യമായിട്ട് സ്റ്റേജിലാണ്. ആ. ആദ്യമായിട്ട് സ്റ്റേജിൽ ചെന്ന് ചോദിക്കും. ഇത് എല്ലാത്തിലും മിക്ക സ്ഥലങ്ങളിലും പറയുന്ന ആ. കാര്യമാണ്. എങ്കിലും അവസരങ്ങൾ ചോദിക്കും. ചോദിച്ചു. നമുക്ക് നാടകം ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതിൻ്റെ ഒരു ചെറിയ അപ്പം സ്റ്റേജ് ബ്ലാങ്ക് ആയിരിക്കും. അവിടെ ചെന്ന് അവസരം ചോദിക്കും. അവസരം ചോദിച്ചിട്ട് ഡാൻസ് കളിക്കുന്നു. ഡാൻസ്, പാട്ട് അതെല്ലാം പാടുന്നു. ഇതെല്ലാം. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിലൊരു ചെറിയ രുചി പിടിച്ചു പോയി. ചെറിയ ചെറിയ സംഭവങ്ങൾ കിട്ടാൻ തുടങ്ങി. പിന്നെ നമ്മുടെ നാട്ടിലെ സപ്പോർട്ടുണ്ടല്ലോ. നാട്ടിലെ സപ്പോർട്ടില്ലെങ്കിൽ ഞാൻ ഇന്നിവിടെ ഇല്ല. നാട്ടിലെ സപ്പോർട്ട് അത് നാട്ടിൽ ഞാനെന്നല്ല, നാട്ടിലെ കലാകാരന്മാർ ഒക്കെ ബിദിരയിലെ, പ്രത്യേകിച്ച് ബിദിരയിലെ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമാണ്. ഒരു കലാകാരൻ വളർന്നു വരാനുള്ള എല്ലാ നാട്ടിലും അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. സോറി, അത് എല്ലാ നാട്ടിലും ഉണ്ടാവും. പക്ഷേ എൻ്റെ നാട്ടിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഭയങ്കര സപ്പോർട്ടാണ്. ഒരു ആർട്ടിസ്റ്റിനെ, ഒരാളിൻ്റെ എന്ത് കഴിവുണ്ടെങ്കിലും അത് വളർത്തി വലുതാക്കിയെടുക്കാനുള്ള കാണിക്കുന്ന വിതിരക്കാരുടെ എൻ്റെ നാട്ടിലെ സപ്പോർട്ട് അത് വേറെയാണ്. അപ്പോൾ അവർ ഡാൻസ് ചെയ്യുന്നു, കൈയടിക്കുന്നു, പാട്ട്, അത് അവനെ വിളിക്കാം അങ്ങനെയൊക്കെ ഓരോ സ്ഥലങ്ങളിൽ നമ്മളെ വിളിക്കുന്നു. അപ്പോൾ ചെറിയ കുഞ്ഞു എമൗണ്ടുകൾ കിട്ടാൻ തുടങ്ങി. അതിന് വല്ലതൊക്കെ വാങ്ങിച്ച് തിന്ന് അങ്ങനെയൊക്കെ രുചി പിടിച്ചെടുത്ത് കൊള്ളാമല്ല പരിപാടി. അങ്ങനെ ഇപ്പോൾ അതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് പ്രൊഫഷണാലിറ്റിയിലേക്ക് വന്ന് അതിൽ നിന്നൊരു ചെറിയ വരുമാനം കിട്ടിയപ്പോൾ ആ വരുമാനവും കൊള്ളാം, കാര്യങ്ങൾ നടന്നു പോകുന്നു. അങ്ങനെ അതിനെ ഡെവലപ്പ് ചെയ്താണ് ചാനലിലും അങ്ങനെ പരിപാടികളിലൊക്കെ വന്ന് ഇതുവരെ എത്തി നിൽക്കുന്നത്. പക്ഷെ അന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ കൂടെ എന്നൊക്കെ പറഞ്ഞ് കുഴിയൊക്കെ വിട്ടിരുന്നെങ്കിൽ അത് നമുക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. പക്ഷെ പല ആർട്ടിസ്റ്റുകളെ ഇതുപോലെ അവരെ തുടക്കകാലങ്ങളിലൊക്കെ ഇതുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് മാറി നിൽക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെ സൂപ്പറാണ്. ഇനിയും ഇപ്പം നമ്മൾ എന്തെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകണമെന്നെങ്കിലും അവരുടെ സപ്പോർട്ടാണ്. ഇപ്പൊ ആക്ച്വലി മ്യൂസിക്കൽ വൈഫ് എന്ന് പറഞ്ഞൊരു ഷോ ചെയ്യുന്നുണ്ട്. മ്യൂസിക്കൽ വൈഫ്, അതെ, ഫ്ലവേഴ്സിലെ മ്യൂസിക്കൽ വൈഫ് എന്ന പ്രോഗ്രാം ഈ വീട്ടമ്മമാരുടെ റിയാലിറ്റി ഷോ. അപ്പോൾ അതിൽ ഞാൻ സാധാരണ സ്റ്റാർ മാജിക്കിൽ വരുന്നത് പോലെ തന്നെ ക്യാരക്ടറുകളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഞാനുണ്ട്, എൻ്റെ ഒരു ഭാര്യ സുമ, പിന്നെ ഞാനും ചേർന്ന് ഞങ്ങളൊരു ഒരു പേരായിട്ട് ഒരു ക്യാരക്ടർ എൻട്രി ആയിട്ട് വരുന്നുണ്ട്. നല്ല, അതായത് വീട്ടമ്മമാരാണ്. പക്ഷെ ഇവരൊക്കെ ഇത്രയും കഴിവുള്ളവരൊക്കെ ഇതെവിടെയായിരുന്നെന്നാണ് ആലോചിക്കുന്നത്. ഉഗ്രം പാട്ടുകൾ, ഒരു രക്ഷയില്ലാത്ത നല്ല ഇതിൽ പൊയ്ക്കൊണ്ടിരിക്കുക. നല്ല ഇപ്പം ഷൂട്ട് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. ക്രിസ്മസ് ഷൂട്ട് കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത ഷൂട്ട് വരും. ഉഗ്രം പ്രോഗ്രാം. ഈ മിനി സ്ക്രീനിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളുകൾക്കുള്ള ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഭയങ്കര പ്രേക്ഷക പിന്തുണയാണ്, ഭയങ്കര പ്രേക്ഷക പ്രീതിയുമായിരിക്കും. പക്ഷെ അവർക്ക് സിനിമാ നടന്മാരെക്കാട്ടിലും ചിലപ്പം പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും ഞാൻ കേട്ടിട്ടുണ്ട്, പണ്ട് സീരിയലിൽ വില്ലൻ വേഷം ചെയ്യുന്നവർക്ക് അടി കൊടുക്കാൻ വരെ വന്ന ആളുകളുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഇത് പറഞ്ഞപ്പോഴേ എനിക്ക് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നു. ഞാൻ ഈ മംഗലാപുരത്ത് ഇതിപ്പോൾ എനിക്ക് വണ്ടി ചെറിയ കംപ്ലൈൻ്റ് ആയിപ്പോയി. അപ്പോൾ വണ്ടി കംപ്ലൈൻ്റ് ആയപ്പോൾ ചെറിയ കുഞ്ഞു പൊടി മഴയുണ്ട്. അപ്പോൾ ഒരു ആൾ ബൈക്ക് കൊണ്ട് നിർത്തി, തങ്കച്ചല്ലേ? ഞാൻ പറഞ്ഞാൽ അതെ. എവിടെ പോകുന്നു? ഞാൻ പറഞ്ഞു ഞാൻ വണ്ടി ഇവിടെ കംപ്ലൈൻ്റ് ആയി, പിന്നെ പേരുകൂടേക്ക് പോകുന്നു. അപ്പോൾ അന്ന് ഈ ഏഷ്യൻ്റെ ഒരു വർക്കുന്ന ഈ നദാൻസ് ഹോട്ടലിൽ പേരുകൂട, അവിടെ പോകണം. പേരുകൂട. അയ്യോ ഞാൻ ഇവിടെയാണ്, വട്ടിയൂർക്കാവ് നെട്ടേത്താണ്, ഞങ്ങൾ അവിടെ ആക്കാം. പുള്ളി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്ക് എന്നെ കൊണ്ടുപോയേ പറ്റും. മടുത്ത് കെട്ടി അങ്ങനെ എന്നിട്ട് സംസാരിക്കുന്നത് കറക്റ്റല്ല, നിങ്ങൾ കയറി. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അവിടെ എത്തുകയും ചെയ്യണം, വേറെ ഓപ്ഷൻ ഇല്ല, വേറെ വണ്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മഴയുണ്ട്, പൊടി മഴയുണ്ട്, ഒരു 7 മണി 7:30 മണിയൊക്കെ ആവും. അപ്പോൾ തിരക്കുള്ള സമയം. അപ്പോൾ ആ സമയത്ത് ഈ കഴക്കൂട്ടത്തെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നല്ല തിരക്കാണ്. അപ്പോൾ ഞാൻ ബാക്കിൽ കയറി ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് നിങ്ങൾ പരിപാടിയെ കാണാറുണ്ട്, മറ്റേ സ്കിറ്റ് അത് കൊള്ളാം, ആ സ്കിറ്റ് കൊള്ളാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ഭയങ്കര തിരക്കായതുകൊണ്ട്, മഴയാണ്, ബ്ലോക്ക് ആയതുകൊണ്ട് വണ്ടി ഇങ്ങനെ നിർത്തിയിട്ട് അടുത്ത ആരെങ്കിലും ഈ അടുത്ത വണ്ടി വല്ലതും ഉണ്ടെങ്കിൽ അറിയോ? അപ്പോൾ അവർ അറിയാം. അപ്പോൾ പിന്നെ വണ്ടി മൂവ് ചെയ്ത് പോകുമ്പോൾ നിങ്ങളെല്ലാവർക്കും അറിയാം കേട്ടോ,
അത് കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ സ്കിറ്റിൻ്റെ ഇതാണ്, നിങ്ങളെല്ലാവർക്കും അറിയാം. അടുത്തൊരു സ്ഥലത്ത് കൊണ്ട് നിർത്തിയപ്പോൾ വേറെ ആൾ അറിയോ, അപ്പം വീണ്ടും വണ്ടി പോയി വരുന്നു. നിങ്ങൾ എല്ലാവർക്കും അത്ര പോരാ, എല്ലാവർക്കും അറിയില്ല. അത് സ്കിറ്റ് നിങ്ങൾ നല്ല അത് എല്ലാവരിലും എത്താത്തതുകൊണ്ടാണ്. അടുത്ത് കഴക്കൂട്ടം ജംഗ്ഷനിൽ എത്തിയപ്പോൾ വണ്ടി കാറുകാരൻ വന്ന് നിന്നിട്ട് കാറുകാരനുണ്ട് അറിയോ, പിന്നെ നമ്മളെ തങ്കസേനല്ലേ, വീണ്ടും വണ്ടി പോയപ്പോൾ നിങ്ങളെല്ലാവർക്കും അറിയാം കേട്ടോ. എല്ലാ വണ്ടിയിൽ ഇരുന്നവർ കംപ്ലീറ്റ് നിങ്ങളെ തന്നെ നോക്കിയതുണ്ട്, എല്ലാവരും അറിയാം. കാര്യവട്ടത്തെത്തി വണ്ടി നിർത്തിയപ്പോഴും അതുപോലെ അറിയാം. നിങ്ങളെ എല്ലാവർക്കും അത്ര പോരാ. അങ്ങനെ പേരൂർക്കട വരെ ഇതായിരുന്നു പരിപാടി. എന്നിട്ട് അവിടെ വണ്ടി നിർത്തി ഞാൻ ഇറങ്ങി അങ്ങ് പോയി. രാത്രി ഒരു 12:30 മണിയൊക്കെ ആയപ്പോഴേ എനിക്കൊരു കോള്, നിങ്ങളെ രാത്രി 12:30. അപ്പം ഞാൻ റിഹേഴ്സലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങുകയാണ്. ഞാൻ മനസ്സിലായില്ലേ, പറഞ്ഞു നിങ്ങൾ നമ്പർ വാങ്ങിച്ചു. അതെ, നിങ്ങളെ ബൈക്ക് കൊണ്ടിറക്കില്ല. ഞാൻ പറഞ്ഞു പറയട്ടാ, നിങ്ങളെ എല്ലാവർക്കും അറിയാം കേട്ടാ, നിങ്ങളെ കാരണം നിങ്ങൾ ആ ചെയ്ത ഒരു അമ്മയും മോനായിട്ട് ഒരു സ്കിറ്റ് ചെയ്തില്ല, അതാണ് കട്ട് ചെയ്ത് 1 മണിയായപ്പോൾ വീണ്ടും വിളിച്ചിട്ട് ഞാൻ നിങ്ങളെ ബൈക്ക് കൊണ്ട് ആക്കിയില്ല പറയട്ടെ, പക്ഷേ നിങ്ങൾ ഭാര്യത്തൊക്കെ നിങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ നിങ്ങളെ അറിയില്ല. എല്ലായിടത്തും നിങ്ങളെ അത്ര പോരാ കേട്ടാ എന്ന് പറഞ്ഞ് വെച്ച് ഇത് തന്നെ വെളുപ്പിന് ഞാൻ നോക്കി, വെളുപ്പിന് 4:30 മണിക്കൊരു പോകണം. ഞാൻ ബൈക്കിൽ ഇന്നലെ കൊണ്ട് ഇറക്കിയില്ലേ. പറയട്ടെ, നിങ്ങളെല്ലാവർക്കും അറിയാം കേട്ടാ. ഇത് ഞാൻ ഇപ്പോൾ കുറച്ചധികം ചിരിക്കാൻ വേണ്ടി പറയുന്നതല്ല. പിറ്റന്ന് ഉച്ചയ്ക്ക് ഒരു 12 മണിയോ പുള്ളി ഏതോ ഒരു സർക്കാർ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതാണ്. അപ്പോഴില്ല, ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇന്നലെ നിങ്ങളെ ബൈക്ക് കൊണ്ടിറക്കി. ഞാൻ പറഞ്ഞു, ചേട്ടാ പറയാട്ടാ, ഞാൻ റിഹേഴ്സലിന് കഴിഞ്ഞ സ്കിറ്റ് കയറാൻ വേണ്ടി അല്ല പറഞ്ഞത്, ഇവിടുത്തെ മേഡത്തിനൊക്കെ നിങ്ങളെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ അറിയാമെന്ന് പറഞ്ഞു, അതൊന്ന് പറയാൻ വേണ്ടി വെച്ച് 5 മണിക്ക് ചായ കുടിക്കാൻ ഇറങ്ങിയിട്ട് എന്നോട്, ഹലോ തങ്കച്ചൻ. ഞാൻ പറഞ്ഞു എന്താണ് ഏട്ടാ പറയട്ടെ, പക്ഷെ നിങ്ങളെ ഈ സ്റ്റാഫുകൾക്കൊന്നും അത്ര പോരാ. ഞാൻ പറഞ്ഞു നിങ്ങൾ വെച്ചിട്ട് പോയില്ല. ഇത് ഇപ്പൊ എന്റെ പൊന്ന് തങ്കച്ചേട്ടാ ഇരുന്ന് തള്ളാതെ ഇത് കോമഡി അടിക്കാന്ന് പറഞ്ഞാലും ഇത് സത്യമാണ് കേട്ടോ, കറക്റ്റാ. എന്നാലും ചേട്ടൻ ആ ട്രാവൽ തൊട്ട് പിറ്റേന്ന് വൈകിട്ട് 5 മണി വരെ അത് കേട്ടെന്നുള്ളതാ. അല്ലത് അറിയാം, ഒന്നും ഒരു ഉപകാരം ചെയ്താണ്. പിന്നെ ഒരു സാധു മനുഷ്യനാണ്, ഈ ഒരു പാവപ്പെട്ട മനുഷ്യനാണ് പുള്ളി, സത്യസന്ധമായിട്ടുള്ള വണ്ടി കൊണ്ട് നിർത്തിയിട്ട് വെക്കും. അറിയോ അപ്പൊ അറിഞ്ഞൂടെ അറിഞ്ഞൂടെ, നിങ്ങൾ എല്ലാവർക്കും അത്ര പോരാ. അയ്യോ, ചേട്ടന് ഇഷ്ടമാണോ ആക്ച്വലി ഇങ്ങനെ പ്രേക്ഷകർ ഇങ്ങനെ ആളുകളൊക്കെ വന്ന്? പിന്നെ അവര് വേണ്ടേ, പിന്നെ ഇവര് വേണ്ടേ നമുക്ക്. അവര് വന്ന് അത് നമ്മുടെ ഇതിന്റെ പ്രതിഫലമല്ലേ, നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിന്റെ പ്രതിഫലമല്ലേ. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഇറങ്ങി നിൽക്കുന്നത് ഒരു 5 പേര് നിന്ന് 5 പേരും നമ്മളെ മൈൻഡിൽ നമ്മൾ അറിയില്ല എങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ എന്താണ് അതിൻ്റെ ഒരു പ്രതിഫലം? അത് ഒരു പ്രതിഫലം ഇല്ലല്ലോ. അപ്പോൾ 5 പേര് അറിയുന്നവർ ഒരു വന്നു ഉണ്ട്, എവിടെ ഷൂട്ടിന് പോയാണ്, എവിടെ താമസം, ഇന്നത്തെ സ്ഥലത്ത് താമസം, ഷോയെ കാണാറുണ്ട്, അതല്ലേ നമ്മൾ ചെയ്യുന്നതല്ലേ. പ്രതിഫലം കാശാറ്റ്, പക്ഷേ കാശാറ്റ് നമുക്ക് എത്ര കിട്ടിയിരുന്നാലും ഇത് പുറത്തെ ആൾക്കാർ കാണണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അടുത്ത് ഏറ്റവും കൂടുതൽ എത്ര പേര് വന്ന് സംസാരിച്ചാലും കണ്ടാലും ഫോട്ടോ എടുത്താലും നമുക്ക് സന്തോഷമല്ലേ ഉള്ളൂ. അത് അങ്ങനെ അല്ല, ഒരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് ആൾ പോയില്ലെന്നുണ്ടെങ്കിൽ അവൻ അത് വെച്ച് കിട്ടുകയാണെന്നല്ലേ. അവര് ആൾക്കാരിൽ എത്തുന്നില്ല എന്നാണ് എൻ്റെ അർത്ഥം. പിന്നെ എല്ലാവരും വന്ന് നമുക്ക് ചെയ്യുന്ന കാര്യത്തിൻ്റെ ഒരു അഭിപ്രായം അത് കൊള്ളായിരുന്നു, അതത്ര ഓരോ ശ്രദ്ധിക്കണം കേട്ടാ എന്നൊക്കെ പറയുന്നു. ചില ആൾക്കാർ വന്നിട്ട് കമൻറ്റ് ചെയ്ത് കറക്റ്റാണ് കമൻറ്റ് ചെയ്യും, തങ്ക ചേട്ടാ അതൊന്നും ശ്രദ്ധിക്കണം കേട്ടോ, അത് അങ്ങനെ പറയുമ്പോൾ ചിലത് ചേട്ടാ കൊള്ളാം ഡ്രസ്സൊക്കെ ഒന്ന് സെറ്റ്. ചിലർ പറയും ചേട്ടാ തലമുടിയൊക്കെ കേട്ടോ തലമുടിയൊക്കെ സൂക്ഷിക്കുന്നു. ചിലവർ പറഞ്ഞു ഇവൻ ചത്തില്ലേ. അപ്പം അത് അവർക്ക് അതങ്ങനെ വിട്ടുകൊടുക്കുന്നു. അത് ഞാനെന്നല്ല, മിക്ക ആർട്ടിസ്റ്റുകളായിരുന്നാലും അതായത് നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ള പോയിന്റ്സ് പറഞ്ഞു തരുന്നവരും ഉണ്ട്. ചിലർ അങ്ങനെയല്ല, ഭയങ്കരമായിട്ട് വെച്ചടിച്ചോലെ ഒറ്റ വാക്ക് പറഞ്ഞിട്ട് അതാണ്. അപ്പൊ ഇങ്ങനെ ഇത്രയും ഈ പറഞ്ഞ പോലെ ഹാർഷ് ആയിട്ടൊക്കെ ഡയലോഗ്സ് വരുമ്പോഴേ വിഷമം തോന്നാറുണ്ടോ? അല്ല, ഈ മെയിനായിട്ട് എന്നറിയാമോ, നമ്മൾ ആ ഭാഗത്തോട്ട് ശ്രദ്ധിക്കാതിരുന്നാൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ കേൾക്കുന്ന ഒരുപാട് സൗണ്ട് ഉണ്ട്. അത് ഇപ്പോൾ നമ്മൾ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ
ഇങ്ങനെ അത് വേറെ ഒരു ശ്രദ്ധയിലും കൊടുക്കാതെ ഒരു കാര്യം മാത്രം ക്ലോക്കിൽ മാത്രം ശ്രദ്ധിച്ചാൽ അതിനകത്ത് സെക്കൻഡ് സൂചിക്ക് ഒരു സൗണ്ട് ഉണ്ട് ഇല്ലേ? അതെ. ഇത് അങ്ങനെ സൗണ്ട് ഉണ്ട്. പക്ഷേ അത് കേൾക്കണമെന്ന് വിചാരിച്ച് അത് കേൾക്കണം എന്ന് വിചാരിച്ച് ബാക്കി എല്ലാ സൗണ്ടും നമ്മൾ മ്യൂട്ട് ചെയ്തിട്ട് അത് മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് കേൾക്കും. അത് നമുക്ക് കേൾക്കാൻ പറ്റും. അതിനത് എല്ലാം നമ്മളിങ്ങനെ മ്യൂട്ട് ചെയ്തിട്ട് ഒരു സാധനം മാത്രം കേൾക്കാതിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യത്തിൽ മാത്രം തിരക്കി ഇത് ഇന്നത്തെ കുറച്ച് കമൻറ്റുകൾ കേൾക്കാം, ഒന്ന് കാണാം എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ എല്ലാം നെഗറ്റീവ് കമൻറ്റ് അവിടെ വെച്ചിട്ട് അതിൻ്റെ ആവശ്യമില്ല. അങ്ങോട്ട് ആ ഭാഗത്തേക്ക് പോകരുത്. ഞാൻ എന്ന് പറഞ്ഞാൽ രാവിലെ എഡിറ്റ് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോണായിരുന്നാലും ആദ്യം കുറച്ച് ഈ ചിൽഡ്രൻസ് ഇല്ലേ, അത് കൊച്ചുകുട്ടികൾ, പിന്നെ ഈ ആനിമൽ ചിൽഡ്രൻസ്, ഈ കുഞ്ഞു കുഞ്ഞു മൃഗങ്ങളുടേത്, കൊച്ചുകുട്ടികൾ, പൂക്കൾ, അങ്ങനെയൊക്കെ രാവിലെ ഞാൻ കാണുന്നത്. അങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് നല്ലൊരു പ്രത്യേകിച്ചൊരു എനർജി വരും. മറ്റത് അങ്ങനെയല്ല. തുടക്കത്തിൽ പത്രം വരുന്ന തുടക്കത്തിൽ എടുത്ത് നൂത്ത് നോക്കുമ്പോൾ 18 വയസ്സുള്ള ആത്മഹത്യ ചെയ്തു, 17 വയസ്സുള്ള വെച്ച് പിന്നെ ബസ്സിൻ്റെ അടിയിൽ ഇന്ന ആക്സിഡൻറ്റ്, ഇതെല്ലാം കണ്ടിട്ട് ഇതിനെ മടക്കിക്കും. ചിലപ്പം ആ പ്രായത്തിലുള്ള മക്കളോ ചേട്ടനോ അനിയനോ ഒക്കെ ആ വീട്ടിലുണ്ടാകും. ആ സമയത്ത് ഇത് അവർക്കൊരു നിരാശയും ആ ഒരു ദിവസം അത് തന്നെ. അപ്പം നമ്മൾ തുറന്നു നോക്കുന്നതേ ഇതായിരിക്കും. അപ്പം ഞാൻ അങ്ങനെയുള്ള സങ്കടമുള്ള സംഭവങ്ങളൊന്നും വരുമ്പോൾ കാണേണ്ടി വരും. അത് തിരക്കി ഞാൻ പോകാറില്ല. അതുകൊണ്ട് ഞാൻ എന്തറിയുമ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ കാണും. ബാക്കി നമുക്കത് വിഷമം തോന്നും ഈ അങ്ങനെ വരുമ്പോൾ. ചിലർ അത് മാത്രം കാണാൻ വേണ്ടി, അത് അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഉള്ളവരാണ്. ഇന്ന് ഇത് നോക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അതങ്ങനെ ചെയ്യാറില്ല. ഇപ്പൊ നമ്മൾ നേരത്തെ ഫാൻസിന്റെ ഒരു കാര്യം പറഞ്ഞല്ലോ, പ്രേക്ഷകര് അടുത്ത് വരുന്നതിനെ പറ്റിയിട്ട്. പക്ഷെ നമ്മുടെ ഇപ്പൊ പ്രൈവസി എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ. ഇപ്പം സെലിബ്രിറ്റീസിന് പ്രൈവസി നോക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു സംഭവമാണ്. പക്ഷെ ഇപ്പം അനവസരങ്ങളില് ഇതുപോലെ വന്നിട്ട് ചേട്ടൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുന്ന, ഇപ്പം ചേട്ടൻ എന്തെങ്കിലും ഭയങ്കര ബാഡ് സിറ്റുവേഷനിൽ നിൽക്കുകയാണ്, പക്ഷെ പ്രേക്ഷകർ വരികയാണ്, ഇപ്പൊ കണ്ടപ്പം ചേട്ടൻ്റെ അടുത്തുള്ള സ്നേഹത്തിൽ വരുന്നതാണ് അവര്. പക്ഷെ അപ്പൊ എങ്ങനെ അത് മാനേജ് ചെയ്യും? ഇപ്പൊ നമുക്കൊരു മെന്റൽ പ്രഷർ, നമ്മുടെ ഒരു ഇതുണ്ടല്ലോ. അല്ല ഇപ്പൊ ഈ നമ്മളെ ഈ ഓരോരുത്തർ വിളിക്കുന്നതും നമ്മളെ കാണുന്നതും ഒക്കെ സന്തോഷത്തിൻ്റെ ഭാഗമാണ്. എനിക്കൊന്നും ഏറ്റവും കൂടുതൽ ഈ വീഡിയോ, ബർത്ത്ഡേ വീഡിയോ, ആനിവേഴ്സറി, പിന്നെ അങ്ങനെയുള്ള ഈ പാല് കാച്ചി, തറയിടൽ, കിണർ വെട്ടി ആദ്യം വെള്ളം കാണുന്നത്, ഇതൊക്കെ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്നതാണ് എൻ്റെ. പക്ഷെ ഞാനിതെന്നറിയുമ്പോൾ ഞാൻ എല്ലാ വീഡിയോയും ചെയ്തു കൊടുക്കും. ഇപ്പം ആരെങ്കിലും വിളിച്ചിട്ട്, പക്ഷെ അത് അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് എന്താ അറിയുമ്പോൾ ഞാനൊരു ബുദ്ധിമുട്ടില്ല, എല്ലാം ചെയ്തു കൊടുക്കും. ഇന്ന സാധനമൊന്നുമില്ല, ഇന്ന സ്വർണ്ണക്കടയിലത് മാത്രം, അങ്ങനെയല്ല. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും. ഏത് വീഡിയോ ആയിരുന്നാലും അവരൊരു ആവശ്യം ഇഷ്ടം കൊണ്ടല്ലേ ചെയ്യുന്നത്. ചില സമയത്തൊക്കെ നമ്മൾ അസ്ഥാനത്ത് നിൽക്കുന്ന സമയത്തായിരിക്കും. അങ്ങനെ ഇതുമല്ല, ഒരു പയ്യൻ എന്നെ വിളിച്ചു, ചേട്ടാ, പേര് ഞാൻ പറയുന്നത്, ചേട്ടാ നമസ്കാരം ചേട്ടാ, എനിക്കൊരു ബർത്ത്ഡേ വിഷ് ചെയ്തിരുന്നു, എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ഞാൻ പറഞ്ഞ് പേരെന്താണെന്ന് പേര് പറഞ്ഞു. നിനക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് 32 വയസ്സ്. ആദ്യം നീ 32 വയസ്സ് വരെ നിനക്ക് ആയുസ്സും ആരോഗ്യം തന്ന ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പനും അമ്മ ഉണ്ടെങ്കിൽ അപ്പനും അമ്മ അടുത്തുണ്ടെങ്കിൽ അവർക്ക് ചായ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക, അവരടുത്ത് ഒരല്പം നേരം ചെന്നിരിക്കുക. അവരില്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കൂട്ടുകാരന്മാരൊക്കെ ഒന്ന് വിളിക്കുക. എന്നിട്ട് രാവിലെ എണീറ്റ് കുളിച്ച് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ പള്ളിയിലോ എവിടെയെങ്കിലുമൊക്കെ പോകാൻ നോക്കുക. അല്ലാതെ എൻ്റെ അപ്പനെ കൊണ്ട് മെഡിക്കൽ കോളേജിൽ ആശുപത്രി ഡോക്ടറെ കാണാൻ വേണ്ടി നിൽക്കുന്നത് ഞാൻ നിനക്ക് ആശംസ പറഞ്ഞിട്ട് ഒന്നും ഇപ്പം നേടാനില്ല. നിനക്ക് പറ്റുമെങ്കിൽ എൻ്റെ അപ്പനെ കൊണ്ട് ഇന്ന് പ്രാർത്ഥിക്കാം. കാരണം അത് കഴിഞ്ഞ് അപ്പൻ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാണ് അപ്പൻ മരിക്കുന്നത്. അപ്പം ഞാൻ അത്രയും സീരിയസ് ആയിട്ടൊരു മാറ്ററിലാണ് നിൽക്കുന്നത്. ഡോക്ടർ പറഞ്ഞ വീട്ടിൽ കൊണ്ട് പോകാൻ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്ന സമയത്ത് അപ്പം ഞാനിത് കാര്യമായിട്ട് പറഞ്ഞ ഞാൻ പറഞ്ഞേടാ, ഇങ്ങനെ ചെയ്യും, നീ പറ്റുമെങ്കിൽ എൻ്റെ അപ്പന് വേണ്ടി ഇത് പ്രാർത്ഥിക്കും, ഇത് നീ ആദ്യം നിനക്ക് 32 വയസ്സ് വരെ തന്ന ദൈവത്തിന് വേണ്ടി നന്ദി പറയാം എന്നൊക്കെ പറഞ്ഞ് യവൻ അങ്ങ് ചിരിച്ചിട്ട്, ചേട്ടാ ഇത് ഞാൻ യൂട്യൂബ് ചാനൽ ഇട്ടാ, ചേട്ടാ ഇത് സൂപ്പറായിരിക്കും ചേട്ടാ, ഇത് എല്ലാവരും കാണും, എല്ലാവർക്കും ചിരി വരും. ഞാൻ പറഞ്ഞ് ചിരിക്കാൻ വേണ്ടി പറഞ്ഞ ഞാൻ ഇങ്ങനൊരു അവസ്ഥയൊക്കെയാണ്. ഞാൻ ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് പറഞ്ഞിട്ട് ഒരു കാര്യം, നീ പറ്റുമെങ്കിൽ എൻ്റെ അപ്പന് കൂടെ പ്രാർത്ഥിക്കും. അവരിതിപ്പോൾ കാണുമ്പോൾ, ചേട്ടാ നിങ്ങള് ആ ചാനലിൽ കൊടുത്തല്ലേ ചേട്ടാ, ഞാൻ അപ്പോഴെടുത്ത് എന്റെ നല്ല കണ്ടന്റ് ആയിരുന്നു. എന്റെ നല്ല കണ്ടന്റ് ആയിരുന്നു. അല്ല അവനും ചിരി വന്ന്. ശരിക്കും ഈ പറഞ്ഞ പോലെ
ഒരു പ്രായത്തിന് ശേഷം കല്യാണം കഴിക്കാത്തവരുടെ അടുത്ത് കല്യാണം അല്ല കല്യാണം കഴിക്കാത്തവരുടെ ഞാൻ അടുത്ത് എല്ലാവർക്കും ആലോചിച്ചറിയാ ഭയങ്കര 2025 ഏതെങ്കിലും ഒരു ഇന്റർവ്യൂല് കല്യാണത്തെ പറ്റി കല്യാണത്തെ ചോദിക്കാൻ കുറിച്ച് പറയാത്ത ഒരു ഇന്റർവ്യൂ ചെയ്യണമെന്ന് വിചാരിച്ച, പക്ഷെ അവസാന നിമിഷം അതും തകർത്തു. പക്ഷെ പറഞ്ഞു അല്ല, ഞാൻ ചോദിക്കാൻ വരുന്നത് അങ്ങനെയല്ല, ചേട്ടൻ ചിന്തിക്കത്തില്ല. അതായത് ഇപ്പം കല്യാണം കഴിക്കാത്തവരുടെ എല്ലാവർക്കും ഒരു സഹതാപമാണ്, അയ്യോ പാവം എന്നൊക്കെ. ശരിക്കും ഈ ബാച്ചിലർ ലൈഫ് അല്ലേ അടിപൊളി? എങ്ങനെയുണ്ട് ചേട്ടന്റെ ബാച്ചിലർ ലൈഫ്? അടിപൊളിയാ. അതെ, എനിക്ക് ഓർമ്മ പറഞ്ഞ കൂട്ടുകാരുണ്ട്, അവരെല്ലാം കല്യാണം കഴിഞ്ഞ ഞങ്ങൾ ഒരു നേരം ആകുമ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു സ്ഥലത്തിരിക്കും. ഞങ്ങളൊരു 5-8 പയ്യന്മാരുണ്ട്, അവരെല്ലാം കല്യാണം കഴിഞ്ഞ മക്കളുള്ളതാണ്. ഒരു 9 മണിയൊക്കെ ആവുന്ന സമയത്ത് വീട്ടിൽ കയറിയേ പറ്റൂ, വീട്ടിൽ കയറി അപ്പോൾ ഓക്കെ അല്ലേ, ശരി ഓക്കെ കാണാം, ഇത് വീട്ടിൽ കയറിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇനി അവിടെ ചെന്നില്ലെന്നുണ്ടെങ്കിൽ 8 മണിക്ക് വീട്ടിൽ കയറാൻ പറഞ്ഞത് ഇപ്പോൾ 9 ആയി, ഇനി ചെന്നില്ലെന്നുണ്ടെങ്കിൽ എന്നെ വെട്ടും എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ പറയും, അറിയാ പിന്നെ നീ പെട്ടെന്ന് സെറ്റിലാവണം, കുടുംബമൊക്കെ വേണം കേട്ടാ, സെറ്റിലാവും എന്ന് പറഞ്ഞിട്ട് പോകും. പിറ്റേന്ന് അവന്മാരെന്ന് പറയും, എൻ്റെ പൊന്നളിയെ കെട്ടല്ലേ അളിയ, എൻ്റെ പൊന്നളിയെ കെട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് സംസാരിച്ച് വൈകുന്നേരം വീണ്ടും അളിയാ വീട്ടിൽ കയറണം, 9 മണി കയറി പറ്റുള്ളൂ, അളിയ ഒരു ഫാമിലി പെട്ടെന്നാവണം കെട്ടണം എന്ന് പറയും. പിറ്റേന്ന് യവന്മാർ തന്നെ എന്ന് പറയും, പൊന്നളിയാ കെട്ടല്ലേ. ഇതിൽ ഏത് കേക്കണം? അപ്പൊ ചേട്ടന് കുക്കിംഗ് ഒക്കെ നല്ല വശമുള്ള ആളാണോ? അങ്ങനെ നല്ല വശമല്ല, അത്യാവശ്യം ഒരു ചമ്മന്തി ഇല്ലേ, ചമ്മന്തി അത് ഈ മുമ്പ് കടയിലൊക്കെ നിന്നിട്ടുള്ളത് കൊണ്ട് അതൊക്കെ കുറച്ചൊക്കെ ഇപ്പോൾ എന്തെങ്കിലും ഒരു ചോറോ എന്തെങ്കിലും കറിയോ എന്തെങ്കിലും വെക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നാലും ഞാൻ തന്നെയാണ് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ കറിയും മീൻ കറിയും അതും ഇതൊക്കെ. ഏറ്റവും സിഗ്നേച്ചർ ഡിഷ് എന്താ ചേട്ടൻ്റെ? അങ്ങനെ മീൻകറിയൊക്കെ ഉണ്ടാക്കും. എനിക്ക് മീൻകറിയൊക്കെ ഉണ്ടാക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ മീൻകറി അങ്ങനെ അധികം ഞാൻ കഴിക്കില്ല. മീൻകറിയൊക്കെ ഉണ്ടാക്കും. മീൻകറി ഉണ്ടാക്കുന്ന വിധം അത് ചേട്ടന്റെ ആ ഒരു സ്റ്റൈലിൽ ഒന്ന് പറഞ്ഞാൽ. ചേട്ടൻ എങ്ങനെയാ മീൻകറി ഉണ്ടാക്കുക? ഇപ്പോഴത്തെ മീൻകറി പൊടി അല്ലേ, ഇപ്പോഴത്തെ പൊടി ഇങ്ങനെ പൊടിയെടുത്ത് തട്ടുന്നു, അതെടുത്ത് തട്ടുന്നു, ഇതെടുത്ത് തട്ടുന്നു, കറി വയ്ക്കുന്നു, കുക്കറിൽ വയ്ക്കുന്നു, റെഡി അടിക്കുന്നു, മറ്റേ ചീനിച്ചട്ടി വയ്ക്കുന്നു. അതൊന്നും അല്ല മീൻകറി. എൻ്റെ അമ്മയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവർ പണ്ട് അപ്പോൾ ഈ മീൻ കട്ട് ചെയ്യുന്ന സമയത്തും കറി ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഈ പൂച്ച എന്നിരിക്കും പോലെ നമ്മളവിടെ കാണും. അപ്പോൾ ഒന്ന് കൂട്ടിനും പിന്നെ അല്ലാതെ അങ്ങനെ വലിയ ആ വിളമ്പുന്ന സമയത്ത് വലിയ പരിഗണന കിട്ടാൻ വേണ്ടിയൊക്കെ അവിടെ കാണും. അപ്പോൾ ഈ മല്ലി, മുളക് ഇതെല്ലാം ചട്ടിയിലിട്ട് ചീനിച്ചട്ടിയിട്ട് വറുക്കും, നന്നായിട്ട് വറുത്തിട്ട് ഇപ്പോഴത്തെ മഞ്ഞ പൊടിയല്ല, അന്ന് കട്ട മഞ്ഞ കല്ലിൽ വെച്ചിട്ട് വടുവേ അരയ്ക്കും. വടുവേ നല്ല അരയ്ക്കും. അരച്ച് മാറ്റിയിട്ട് മല്ലിയും മുളകും നല്ല രീതിയിൽ വറുത്ത് അതങ്ങനെ വയ്ക്കും. എന്നിട്ട് അത് ശരിക്കും പറഞ്ഞാൽ ആ കറി ഒരു ലുലുമാളായിരിക്കും. എല്ലാം അതിനകത്ത് കാണും, എല്ലാ സാധനവും അതിനകത്ത് കാണും. ഒരു സൂപ്പർ മാർക്കറ്റായിരിക്കും. അതിനകത്ത് ഉലുവ വറുത്ത് ഒരു സൈഡ് പേപ്പറിൽ മാറ്റി വയ്ക്കും. എനിക്കാണെന്നുണ്ടെങ്കിൽ ഉലുവ കണ്ടമാനം വേണം. അതെ, ഉലുവ നല്ല രീതിയിൽ വേണം. ഉലുവയുടെ മണം, നമ്മൾ ഈ മീൻ കറി കഴിച്ചിട്ട് മീനിൻ്റെ മണം വരരുത്, ഉലുവയുടെ മണമായിരിക്കണം ഇത്. എന്നിട്ട് മീനിൻ്റെ പുറത്തുള്ള ഈ സിൽവർ, പുറത്തൊരു സിൽവർ ഉണ്ട്, ഈ ചൂരയാണെങ്കിൽ അതിൻ്റെ സിൽവറൊക്കെ അത് ഈ അരപ്പ് പിടിക്കില്ല, അതുകൊണ്ട് സിൽവറൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ മാംസം മാത്രം എടുത്ത് വെച്ചിട്ട് പിന്നെ കറിവേപ്പില, നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കറിവേപ്പില, കടുക് ഒക്കെ ഇട്ട് ഇത് നല്ല വടുവ അരച്ചിട്ട് തേങ്ങയും ഇതിൽ കൂടെ ഇട്ട് പിന്നെ ചൂടാക്കും, അത് വറുത്തിട്ട് എല്ലാം കൂടെ ഇട്ട് അരച്ച് ഇങ്ങനെ ഉരുട്ടി കല്ലിൻ്റെ സൈഡിൽ വെക്കും. ഇത് ഈ മീൻകറിയിലിടുന്ന ഈ സാധനം മതി ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാൻ, അതൊന്ന് ഒരല്പം മതി ചോറ് കഴിക്കാൻ. പിന്നെ എല്ലാ സാധനങ്ങളും മുരിങ്ങയ്ക്ക, തക്കാളി, ചക്കരി എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും അതിനകത്ത് കാണും. കാരണം എന്താ പറയുക, വേറൊരു കറിയില്ല.
ഓ. അഡീഷണൽ വേറെ ഒരു സാധനത്തിലേക്ക് തൊടാനില്ല. ഇപ്പൊ തോരന് പിന്നെ അതൊന്നുമില്ല. എല്ലാം കൂടെ ഈ കറിക്കകത്ത് കാണും. ആ ഒരു ടേസ്റ്റ് ജീവിതത്തിൽ കിട്ടില്ല. ജീവിതത്തിൽ കിട്ടില്ല. അപ്പോഴൊക്കെയാണ് നമുക്ക് അമ്മയൊക്കെ നമ്മൾ ഓർമ്മിക്കുന്നത്. നമ്മൾ അടുത്ത് തന്നെ കാണും ഇത് വേകുന്നവരെ എന്താന്നൊക്കെ നോക്കിയിട്ട് ഒത്തിരി കിടക്കാൻ പറ്റും എന്താന്നൊക്കെ നോക്കിയിട്ട്. അപ്പോൾ അതിൽ നിന്ന് കോരി തരുന്ന ഒറ്റ കറിയെ കാണുള്ളൂ. അത് മതി. അതെ, എല്ലാം കൂടെ എടുത്ത് വെച്ചിട്ട് തക്കാളിയും പിന്നെ മുരിങ്ങയ്ക്കും അതും ഇതൊക്കെ വെച്ചിട്ട് അതാണ് മീൻകറി. അപ്പോൾ ആ മീൻകറി ഞാൻ വെക്കും. ഇതൊക്കെ കണ്ട് എനിക്കറിയാമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ വെക്കും മീൻകറി. എന്നിട്ടാണ് ഞാൻ ചമ്മന്തി എന്ന് പറഞ്ഞത് അല്ലേ? ചമ്മന്തി ജീവിച്ചു പറഞ്ഞുള്ളത്. ഇത് ഭയങ്കര കുക്കിംഗ് എക്സ്പേർട്സിന് മാത്രമേ ഇങ്ങനെ കറി അറിയാവോ? എനിക്കോ? മെയിനായിട്ട് ഈ പെണ്ണുങ്ങൾ എന്നെ നിങ്ങൾ പൊങ്കാലിട്ടാലും കുഴപ്പമില്ല. പെണ്ണുങ്ങൾ ഞാനിവിടെ ലൈവായിട്ട് പെണ്ണുങ്ങൾ ആണുങ്ങൾ നന്നായിട്ട് കറി വയ്ക്കും. നന്നായിട്ട് കറിയും ഭക്ഷണങ്ങളും ചെയ്യും. ഹോട്ടലിൽ കറി വയ്ക്കുന്നതൊക്കെ ആണുങ്ങളാണ്. പക്ഷേ ഏത് സ്ഥലത്ത് ഏത് ഹോട്ടലിൽ കയറിക്കോ പെണ്ണുങ്ങൾ വന്ന് ആഹാരം കഴിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ അവർ ആദ്യം ഇതെടുത്ത് വെച്ച് പിന്നെ കഴിക്കുന്നത് തന്നെ വായുടെ ഒരു സൈഡിൽ വെച്ച് കഴിക്കുള്ളൂ. അവർക്ക് വലിയ അതൊട്ട് നോക്കുമ്പോൾ ആണുങ്ങളാണ് ഉണ്ടാക്കുക, പക്ഷെ അവർക്ക് വലിയ താല്പര്യമില്ല. കണ്ടോ? ഏത് കടയിലിറങ്ങി കണ്ടോ? സത്യം. അവര് ഇത് ഇങ്ങനെ ആസ്വദിക്കും. ഇങ്ങനെ ഒരു ആണുങ്ങൾ വെക്കുന്ന കറി ഒരു പെണ്ണുങ്ങളും ഇതേപോലെ ടേസ്റ്റ് അവർ കാണിക്കില്ല. ഉണ്ടെങ്കിലും ആ ടേസ്റ്റ് ഉണ്ടെന്ന് അവർ കാണിക്കില്ല. കുറച്ചുകൂടെ കൊണ്ടോ എന്ന് പറയില്ല. ഇവരാദ്യമേ അവിയലാണെന്നുണ്ടെങ്കിൽ ഒരു കീനി വരയ്ക്ക് എടുത്ത് ഇങ്ങനെ അടിക്കില്ല. അത് കണ്ടോ? ഇതിൽ വരുന്ന കമന്റിനകത്ത് താഴോട്ട് കണ്ടോ കംപ്ലീറ്റ് ഇതായിരിക്കും. കറക്റ്റ് ആണെന്നൊക്കെ ചേട്ടാ, കറക്റ്റ് ആണെന്ന് പറയും. ഞാൻ പറയുമല്ലോ ഏതാണ് ഒരു കടക്കാരൻ നല്ല ടേസ്റ്റ് ആണെങ്കിൽ വീണ്ടും അങ്ങനെ പറയും നല്ല ടേസ്റ്റ് ആണെന്ന് പറയും. അങ്ങനെ ഒരു ഇതുണ്ട്. ഇവര് എന്താ പറയാ ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഇവർ അംഗീകരിച്ചു കൊടുക്കില്ല. അത്രേ ഉള്ളൂ. പക്ഷെ കഴിക്കും, തീർത്ത് കഴിക്കും, പക്ഷെ അംഗീകരിച്ചു കൊടുക്കില്ല. ഞാൻ അംഗീകരിക്കും. അങ്ങനെ കാര്യമുണ്ട്. അത് ഞാൻ ഈ കിച്ചൺ മേഖല കുക്ക് മേഖല കൊണ്ട് ഞാൻ ചെന്നിരുന്ന് ആഹാരം കഴിക്കുന്ന സമയത്ത് അടുത്ത ആരെങ്കിലും വന്നിരിക്കും ഞാൻ ശ്രദ്ധിക്കും. ആരായിരുന്നാലും ശരി ആഗ്രഹിക്കുള്ളൂ. അത് ഒരു താല്പര്യമില്ലാത്ത ഒരു സൈഡിൽ വെച്ചിട്ട് ഇതിനെക്കാളും ഞങ്ങൾക്ക് കറി ഉണ്ടാക്കാൻ അറിയാം കൊണ്ടുവരണേ, എല്ലാ പൊക്കാലും അടുപ്പോട് കൂടി കൊണ്ടുവരണേ. കൊണ്ടുവരും. ഇതെന്തായാലും പഞ്ഞിക്കിടാൻ അല്ല, പഞ്ഞിക്കെടുക്കാൻ റെഡിയായി. കറക്റ്റ്. എന്റെ അണ്ണന്മാരുണ്ട്. കാരണം എന്താ പറഞ്ഞാലേ അണ്ണന്മാർക്ക് അറിയാം. അനുവദിക്കില്ല സ്ത്രീകൾ. ഇത് അല്ല എന്റെ അറിവില് എനിക്കറിയത്തില്ല, ഞാൻ ചെയ്യാറുണ്ട്. കാരണം ഈ കിച്ചണില് ഈ സാധാരണ ഈ ചില സ്ത്രീകൾ കുക്ക് ചെയ്യുന്ന കിച്ചൺ ഉണ്ടല്ലോ ഇപ്പൊ ഉണ്ട്. എന്നാലും അംഗീകരിച്ചു കൊടുക്കില്ല എന്നല്ലേ? അല്ല, ഈ സാധാരണ ആണുങ്ങളാണല്ലോ അതിനകത്ത് കിച്ചണില് ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. എല്ലാരും അല്ലേട്ടാ, അങ്ങനെ കൂടെ പറയാം. എല്ലാരും അല്ലേട്ടാ, ചില ആൾക്കാർ അങ്ങനല്ല. ആദ്യം പറഞ്ഞ പെണ്ണുങ്ങൾ മൊത്തം എന്നാ പറഞ്ഞേ. അപ്പൊ ഞാനും കൂടെ ഇടപെട്ടു. ഞാൻ അങ്ങനല്ല. അപ്പൊ ഒരാൾ മാറി. കണ്ടോ? ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും. ഇഷ്ടപ്പെട്ട ടേസ്റ്റ് ഉണ്ടെങ്കിൽ അടിപൊളി ഫുഡായിരുന്നു എന്ന് പറഞ്ഞിട്ടേ ഞാൻ ഇറങ്ങും. ഈ കൈതൊക്കെ കൈ ആസ്വദിച്ചെന്ന് നക്കിട്ട് പോകില്ല അവര്. അങ്ങനെ ചെയ്യത്തില്ലേ? ചേട്ടനിപ്പോ മൊത്തത്തിൽ 3 പാട്ടുകൾ പാടി ഇറക്കി. ഇനി എത്ര പാട്ടുകൾ ഇറക്കും? അല്ല, ആൽബം സോങ് എൻ്റെ ഒരു ക്രൈസാണ്. അപ്പൊ ഇനി കുറച്ച് പാട്ടിന്റെ പണിപ്പുരയിലാണ്. കുറച്ച് പാട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോന്നും എൻ്റെ സ്പോൺസർ, ഇപ്പം നമ്മൾ ആൽബത്തിനൊക്കെ സ്പോൺസർ വരുന്നുണ്ട്. നമ്മൾ നല്ല വർക്ക് ആയതുകൊണ്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് ഇപ്പം ഇനി അടുത്തൊരു എനിക്കൊന്നൊരു 1-2 മാസത്തിനിടയിൽ അടുത്ത ഈ ന്യൂ ഇയറിന് ഇറങ്ങേണ്ടതാണ്. അപ്പം നമ്മളെ ചെയ്ത മുത്തുനബിയുടെ അത് റിലീസ് ചെയ്യുന്നതുകൊണ്ടാണ് പിന്നെ അത് മാറ്റിയത്. ആൽബം ഇനി കുറച്ച് അതിന്റെ പണിപ്പുരയിലാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ആൽബം ഇറക്കിക്കൊണ്ടിരിക്കും, വന്നോണ്ടിരിക്കും. ഓരോ പാട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കും. ഇത്രയും സോങ്സ് ഒക്കെ ഇങ്ങനെ ആൽബം സോങ്സ് സ്വന്തമായിട്ട് കയ്യിൽ നിന്ന് ഇറക്കി ചെയ്യുന്നത് കോപ്പിറൈറ്റ് ഇല്ലാതെ സ്റ്റേജ് ഷോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? സ്റ്റേജ് ഷോ
അല്ല ഈ ഒരു ഫുൾ ഷോ ചെയ്യാനുള്ള ആൽബത്തിന്റെ സോങ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ആ ഒരു ഒരു മൊത്തത്തിലൊരു ഷോ ചെയ്യാനുള്ള. ഉം, ആഹ് ഇപ്പോൾ ഇപ്പോൾ ഒരു പ്രോഗ്രാം ഉണ്ട് ഞങ്ങൾക്ക്. അതായത് ആഹ് ഒരു ട്രൂപ്പ്, ഉം, മ്യൂസിക്കൽ വൈബ്, ഉം. മറ്റേ മ്യൂസിക്കൽ വൈഫ്, വൈഫ് ഇത് മ്യൂസിക്കൽ വൈബ്, വൈബ്. ഗാനമേള ആൻഡ് മിമിക്സ് പരേഡ്. ഞങ്ങൾ 3 പേര്, മിസ്റ്റർ കിരൺ, പിന്നെ മായ എന്ന് പറയുന്ന നമ്മൾ പിന്നെ സഹോദരി, പിന്നെ ഞാൻ, പിന്നെ ഒരു ഓർക്കസ്ട്ര, ഇങ്ങനെ വെച്ചൊരു പ്രോഗ്രാം. ഉം, അത് നിലവിൽ അതിൻ്റെ ഷോ കാർഡൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാ ഏജൻസി മുഖേനയും ഷോ കാർഡുണ്ട്. ഉം, മ്യൂസിക്കൽ വൈബ് എന്നാണ് ആ പ്രോഗ്രാമിൻ്റെ പേര്. ഉം. പിന്നെ അല്ലാതെ ഒരു ബാൻഡ് പോലെയാണ് ഉദ്ദേശിക്കുന്നത്. ഇല്ല, ബാൻഡ് മൊത്തത്തിലൊരു ബാൻഡായിട്ട് അങ്ങനെ ചെയ്യുന്നില്ല. പക്ഷേ ബാൻഡിൽ പാടത്തക്ക സോങ്ങുകളാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇനിയും ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത്. ഉം. അപ്പൊ എന്തായാലും മ്യൂസിക്കൽ ഇൻഡസ്ട്രിയിൽ ഇനി ഉം. തകർത്തിയായിട്ട് നമുക്ക് ആക്റ്റീവായിട്ട് തങ്കച്ചനെ പ്രതീക്ഷിക്കാം അത് അല്ലേ? മ്യൂസിക്കൽ ഇൻഡസ്ട്രി എന്നല്ല, നമുക്ക് ഈ കലാരംഗത്ത് ഇപ്പം നിൽക്കുന്ന ഉം, മേഖലയിൽ ഇപ്പം എന്തൊക്കെ നമുക്ക് മുമ്പോട്ട് ഉള്ള ഇത് തന്നിരുന്നാലും ശരി, അങ്ങനെ തന്നെ നിൽക്കണം. അങ്ങനെ ഉം, തന്നെ നിന്ന് നമുക്ക് ഇപ്പം ഈ പറഞ്ഞ 2026 അങ്ങോട്ടുള്ള വരും വർഷങ്ങളിലൊക്കെ ഇനി വലിയൊരു പ്രോജക്റ്റ് കഴിഞ്ഞതിന് ശേഷം ആ പ്രോജക്റ്റിൻ്റെ ഒരു ഇൻ്റർവ്യൂ ആയിട്ടാണ് നമ്മൾ ഇനി അതെ. കൂടാൻ പോകുന്നത്. ഉം, മനസ്സിലായോ? അതെ. അപ്പം അതിനുള്ള എല്ലാം സർവേശ്വരൻ തട്ടെ, ദൈവം തട്ടെ. ഇപ്പൊ ഇത്ര നമ്മള് പാട്ടിനെ പറ്റി പറഞ്ഞ സ്ഥിതിക്ക് നല്ലൊരു സോൾഫുൾ ആയിട്ടുള്ള ഒരു സോങ് ഈ പാടാൻ പറഞ്ഞു കഴിഞ്ഞാലേ ഞാൻ ഇങ്ങോട്ട് മാറി തൊണ്ട ശരിയാക്കുക പരിപാടിയില്ല. ആ അങ്ങനെയൊന്നുമില്ല. ആ പാടാൻ പറഞ്ഞാൽ അപ്പോഴങ്ങ് പാടും. കാരണം ഉള്ളൂ. ഈ പിന്നെ തൊണ്ട ശരിയാക്കിയിട്ടും വലിയ കാര്യങ്ങളില്ലല്ലോ, ഉപയോഗമില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ തന്നെ പാടും. ചെറിയ ജലദോഷമുണ്ട്, അത് കുഴപ്പമില്ല. ചെറിയ തൊണ്ടവേദനയുണ്ട്. ഞാൻ അതിനിടയ്ക്ക് ചിരിക്കുമ്പോഴൊക്കെ ചുമക്കുന്നുണ്ടായിരുന്നു. ഞാനും അതേ അവസ്ഥയിലിരിക്കും. അപ്പൊ നമ്മള് തുല്യ തൂക്കി തരാം. ഞങ്ങളൊന്ന് വന്നുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, അജു എനിക്ക് നല്ല ചുമയും ജലദോഷവും ഉണ്ട് അജു, എന്ത് ചെയ്യും? അങ്ങനെ അവിടെ നിന്ന് വിക്സ് മുട്ടായി അതും ഇതൊക്കെ വാങ്ങിച്ച് മൂക്കിലിങ്ങനെ അടിക്കുള്ള സ്പ്രേയും ഒക്കെ തുള്ളി മരുന്നൊക്കെ വാങ്ങിച്ച് ഇങ്ങനെയിട്ടാണ് വന്നത്. ഇവിടെ വന്നപ്പോൾ എൻ്റെ ഒന്നുമല്ല, ആങ്കറിൻ്റെ ചുമ. അപ്പം എനിക്കൊരു കൂട്ടായി. ഇപ്പം ആങ്കർ നന്നായിട്ട് ചുമക്കുന്നത് എനിക്ക് അത്ര ചുമക്കാൻ പറ്റില്ല. ഇപ്പം എനിക്ക് ചെയ്യുകയാണ്. മലർക്കൊടി പോലെ വർണ്ണത്തുടി പോലെ, മലർക്കൊടി പോലെ വർണ്ണത്തുടി പോലെ, മയങ്ങൂ നീ എൻ മടിമേലേ, മയങ്ങൂ നീ എൻ മടിമേലേ, അമ്പിളി നിന്നെ പുൽകി അമ്പരം തൂകി ഞാനേകമായി, നിറസന്ധ്യയായി ഞാനാരോമലെ വിടന്നെന്നിൽ നീയൊരു പൊൻതാരമായി, ഉറങ്ങൂ കനവു കണ്ടുറങ്ങാനായി ഉഷസണയുമ്പോൾ, മലർക്കൊടി പോലെ വർണ്ണത്തുടി പോലെ, മയങ്ങൂ നീ എൻ മടിമേലേ, മയങ്ങൂ നീ എൻ മടിമേലേ. ചേട്ടൻ പാട്ട് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് കള്ളത്തരമല്ല. അല്ല, ഇത് എന്താ പറയാ, ഇത് ജാനകിയമ്മ പാടിയ പാട്ടിൽ അത് ഇടയ്ക്ക് ഇതുപോലെ റീലിലൊക്കെ ഓരോരുത്തർ ഇങ്ങനെ പാടിയിടാറുണ്ട്. ഇത് ഫീമെയിൽ വോയിസാണ് എങ്കിലും ഈ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇപ്പം പെട്ടെന്ന് ഇന്ന് ഇങ്ങനെ വന്നപ്പോൾ ഒരാൾ റീലിൽ ഇങ്ങനെ പാടിയതല്ല. അപ്പം ഇത് ഇന്ന് എവിടെയെങ്കിലും രണ്ടുപേര് പാടണമെന്ന് കണക്കൊക്കെ കയറി പാടിയതാണ്. അപ്പോഴാണ് ഞാൻ ചോദിച്ചത്. സാധാരണ ഞാൻ ഈ പൂയസം പൂവി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പാടുന്നത്. പക്ഷെ ഇന്ന് എനിക്കിത് പാടാൻ പറ്റും. അത്രയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് ഇത്. നല്ല രസമാണ്. എന്ത് ഫീലിലാ ചേട്ടൻ പാടണേന്നറിയോ? അതാണ് കേട്ടോണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ അലിഞ്ഞു പോകുന്നു. അതായത് ഈ ഏതൊരു ചെറിയ ഒരു ഇന്റർവ്യൂല് ഞാനത് കാത്തു നിൽക്കും വയലിൽ തൻ കലപ്പയുന്നി സ്വന്തം വേർപ്പു കൊണ്ടു വിതയ്ക്കുവാൻ അവനിറങ്ങി, ശ്യാമളമാം ഭൂമിയാകെ ലാലലാലാലാലൽ, പാവമപ്പോൾ പസിയാലെ പാട്ടു നിർത്തി, ഈ പാവമപ്പോൾ പസിയാലെ പാട്ടു നിർത്തി. അപ്പം ഇത് പാടിയപ്പോൾ ഞാൻ കൊച്ചിൻ്റെ ചോദിച്ചു,
ഈ പശി എന്ന് പറഞ്ഞറിയോ? ഇല്ല. വിശപ്പ് അറിയാവോ? അറിയാം. വിശപ്പ് അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ല ഏട്ടാ, ഇല്ല. വിശപ്പ് അനുഭവിക്കണം. ഇപ്പോഴത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ കിറ്റ്കാറ്റും ചോക്ലേറ്റും ഒക്കെ കഴിച്ചിട്ട് നടക്കുന്നവരും പാഴാമ്പരൻ്റെ നടക്കുന്നവർക്ക് ഈ വിശപ്പെന്ന് പറയുന്നത് അല്ലെങ്കിൽ പശി എന്ന് പറയുന്ന സാധനങ്ങൾക്ക് അവർക്കറിയില്ല. അപ്പം ഈ വരി ദാസേട്ടൻ പാടിയപ്പോൾ അത് നമുക്ക് ആ പുള്ളിക്കാരൻ അത്രയും വിശന്ന് ആ വിശപ്പ് അറിയാമെന്നുള്ളത് കൊണ്ടും പൈപ്പുവെള്ളം കുടിച്ചിട്ടുള്ളത് കൊണ്ടും ഒക്കെ ആ വരിയിൽ കൂടെ ആ പശി എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് നമ്മളെ വയറ്റിൽ തന്നെ കയറി ഒരു കൊടുത്തു. അത് അറിയാമെന്നുള്ള ഒരു പാടിയാൽ മാത്രമേ ആ സാധനം കിട്ടൂ. അതുകൊണ്ടാണ് ദാസേട്ടനൊക്കെ ആ പശിയാലെ പാട്ട് നിർത്തിയെന്ന് പറയുന്ന സാധനം നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. കാരണം നമുക്ക് ആ വിശപ്പ് അനുഭവിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ പിള്ളേർ വിശപ്പ് അനുഭവിച്ചിട്ടുണ്ടോ? ഉണ്ട്. സത്യം ഉണ്ട്. ആ ചില പിള്ളേർക്ക്. അപ്പം ഞാൻ ഈ ആങ്കറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. ഇല്ല, താമസിച്ചിട്ടുണ്ട്. ഇപ്പൊ കഴിക്കാനുള്ളത് 12 മണിക്ക് കഴിക്കാനുള്ളത് 1 മണി ആയിട്ടുണ്ട്. അങ്ങനെയല്ല, അല്ല കഴിക്കാതിരുന്നിട്ട് ഇല്ലാതിരുന്നിട്ടുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞു. അല്ല, ഇപ്പൊ ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ട് എന്നല്ല, ഈ പറയുന്ന പോലെ നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ടൊക്കെ നിൽക്കുമ്പോൾ ചില സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ അങ്ങനെയുള്ള അല്ല ഇല്ലായിരുന്നിട്ടുണ്ടോ? ഇൻഡിപെൻഡന്റ് ആയിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് അങ്ങനെ വന്നിട്ടുണ്ട്. അടുപ്പ് കത്തിക്കായിരുന്നിട്ടുണ്ടോ വീട്ടില്? അതിപ്പം ഒരു 2-3 മാസമായി ഞാൻ കത്തിച്ചിട്ട്. കാരണം എനിക്ക് സമയം കിട്ടുന്നില്ല. സമയം കിട്ടാത്തോണ്ടല്ല, ഇല്ലാത്തോണ്ട് അടുപ്പ് കത്തിക്കായിരുന്നിട്ടുണ്ടോ? അടുപ്പ് അങ്ങനൊന്നുമില്ല. ഫുഡിന്റെ കാര്യത്തിൽ മാത്രം അങ്ങനത്തെ അതൊക്കെ നമ്മുടെയൊക്കെ എന്റെയൊക്കെ അല്ലെങ്കിൽ എന്നെ പോലുള്ളവരുടെയൊക്കെ ജീവിതത്തിലൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അത് ഭയങ്കര ഭയാനകമായിട്ടുള്ളൊരു സംഭവമാണ്. അതെ, അത് ഞാൻ ഒരുപാട് പേരുടെ അനുഭവം അങ്ങനെ കേട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കലാഭവൻ മണിച്ചേട്ടന്റെ പാട്ടുകളാണെങ്കിലും അതിലാണെങ്കിലും ഏറ്റവും ഫീൽ ആക്കുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത് ഈ ഫുഡിന്റെ. പിന്നെ അദ്ദേഹത്തിന് നമ്മൾ പറയുന്ന ഓരോ അനുഭവങ്ങളാണ്. പക്ഷെ അതിനകത്ത് മറ്റുള്ളവർ അതിനൊരു ഈ ബിസിനസ് ആക്കി അല്ലെങ്കിൽ മറ്റുള്ളവർ അതുകൊണ്ട് പറയുന്ന അതിൻ്റെ അത് 10 പേര് കാണാൻ വേണ്ടി അതിനൊരു സഹതാപം തോന്നാൻ വേണ്ടി എന്നൊക്കെ പറയും. അങ്ങനെയല്ല, നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്നതാണ്, മൈന്ന് വീണ് പോകുന്നതാണ് ഇത്. ചിലർക്ക് അങ്ങനെ തോന്നും. പിന്നെ നമുക്ക് അനുഭവിക്കുന്നൊരു കാര്യം പറയുകയും മറ്റുള്ളവർ നമ്മളെപ്പോലെ ഒരു സാധാരണപ്പെട്ടാണ് ഇടയിൽ നമ്മളിങ്ങനെയാണ് വന്നത് എന്നുള്ളത് അവരും കൂടെ ഒന്ന് മനസ്സിലാക്കണം എന്ന് പറയുന്നത്. അല്ല, നമ്മള് ശരിക്കും പറഞ്ഞ ഈ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമ്പോഴത്തേക്ക് അതിന്റെ വാല്യൂ അറിയണമെങ്കിൽ ഇല്ലാതിരുന്നൊരു കാലഘട്ടം വേണമെന്ന് പറയാറുണ്ട്. അത് ഇല്ലാതിരിക്കുന്നതിന് പിന്നെ നമുക്കെല്ലാം കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് അതിനൊരു വാല്യൂ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് അല്ലേ? അത് ചേട്ടൻ എങ്ങനെയാ അതിനെ പറ്റി തോന്നുന്നത്? ഇപ്പൊ നമ്മള് ഈ പഴയകാലം ആഗ്രഹിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. പഴയകാലം, അന്നത്തെ എൻ്റെ കുട്ടിക്കാലം, അന്നൊക്കെ അടിപൊളിയായിരുന്നില്ലേ, സൂപ്പറായിരുന്നു അന്ന്. അന്ന് നമ്മൾ ഇങ്ങനെ നടന്ന് ഈ വയൽ വഴിയൊക്കെ നടന്നു വരണം, നമ്മൾ നടന്നൊക്കെ പോകണം, ഭയങ്കര രസമല്ലേ എന്ന് പറയാം. പക്ഷെ ദൈവം ഒരു വണ്ടി കൊടുത്താൽ അവൻ മറന്നുപോയി. അവന് നടക്കാതിരിക്കാൻ വേണ്ടി, അവന് കയറി കിടക്കാൻ വേണ്ടി വീടും അവനൊരു വണ്ടിയും അല്ലെങ്കിൽ അവനുള്ള സൗകര്യം ദൈവം കൊടുത്തത് മറന്നുപോയി. എന്നിട്ട് അത് വാങ്ങിച്ചു വെച്ചിട്ട്. പക്ഷെ പണ്ടത്തെ കാലം തന്നെ അതൊക്കെ ഇനി എന്ന് വരൂടെ ആ കാലഘട്ടങ്ങൾ എന്ന് പറയും. എന്നാൽ ആ കാലഘട്ടത്തിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ ദൈവത്തിന് പരാതി. ശരി, നമ്മൾ എന്തിനാണ് ദൈവം ഇങ്ങനെ ഇട്ടേക്കുന്നത് എന്ന് പറയും. എന്നിട്ട് ഇതെല്ലാം വാങ്ങിച്ചു വെച്ചിട്ട് പറയും അന്നത്തെ കാലഘട്ടങ്ങളല്ലേ എന്ന് പറയും. ആ കാലഘട്ടത്തിലൊക്കെ തിരിച്ചു പോയെങ്കിൽ ഈ കാലഘട്ടത്തിൽ കിടന്നവന് ഒരു നല്ല കൊടുത്താൽ ഇതവൻ മറന്നു. അല്ല അങ്ങനെയല്ലേ? എപ്പോഴും എന്തെങ്കിലുമൊക്കെ പരാതി കാണും. മനുഷ്യനല്ല, മനുഷ്യന്മാരുടെ ഒരു നേച്ചർ അതാണ്. അപ്പൊ ചേട്ടാ, 2026 വരികയാണ്, ന്യൂ ഇയർ റെസൊല്യൂഷൻ. അതൊരു ക്ലീഷേ ക്വസ്റ്റ്യൻ ചോദിച്ചില്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ? ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? 2026 എന്ന് പറഞ്ഞ് ഈ പട്ടം വേറെ ആളുടെ കൊടുത്തിരുന്നു. ഞാൻ ഇന്ന ദിശയിലേക്കേ പറക്കുള്ളൂ എന്നല്ല, പുള്ളിയിലല്ല കൊടുത്തേക്കുന്നത്. പുള്ളി അങ്ങോട്ട് എന്നെ പറന്നു വിടുവോ, ഞാൻ അങ്ങോട്ട് പോകും. താക്കോൽ കൊടുത്തിരിക്കുകയാണ്. താക്കോൽ അവിടെ കൊടുത്തേക്കുന്നത്, എങ്ങോട്ട് വിടുവോ അങ്ങോട്ട് പോകും. അങ്ങനെ. അപ്പൊ എന്തായാലും ചേട്ടാ, 2026 നല്ലൊരു വർഷമാകട്ടെ. 2026 നല്ലൊരു വർഷം അങ്ങോട്ട് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ തന്നെ വലിയ പ്രോജക്റ്റുകളായിട്ട്
പിന്നെ ചാനലിൻ്റെ പ്രോഗ്രാമൊക്കെ ഞാൻ കാണാറുണ്ട്. പ്രോഗ്രാം ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇതിലെന്നെ വിളിച്ച സമയത്ത് ഞാൻ ഓടി വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലിടുന്ന പ്രോഗ്രാംസും കണ്ടൻ്റൊക്കെ നല്ല രസമുണ്ട്. അപ്പോൾ ഇതിൽ വന്ന് നമുക്കൊരു ന്യൂ ഇയർ ആയിട്ട് വന്ന് ഇരുന്ന് കുറച്ച് നേരം വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ സാധിച്ചതിന് ഞാൻ ഭയങ്കര സന്തോഷമായിട്ടിരിക്കുകയാണ്. അബുദാബിയിൽ റിലീസ് ചെയ്ത ക്യൂട്ടീസ് ഇൻ്റർനാഷണൽ മുത്തുനബി എന്ന മ്യൂസിക്കൽ ആൽബം പുതുവർഷത്തിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും കാണുക. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ ചേട്ടാ. ഇനി വലിയ വലിയ പ്രൊജക്റ്റ് ഒക്കെ ആയിട്ട് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. വീണ്ടും വരും, വീണ്ടും നമ്മൾ കാണും. അതെ, താങ്ക് യു, വളരെ സന്തോഷം. അപ്പോൾ എൻ്റെയും BTF നെറ്റ്വർക്കിൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ. ബൈ. താങ്ക് യു.